ശാന്തി. ഓം ശാന്തി. ഇന്ന് 29/6/2025 അവ്യക്ത മുരളി. റിവൈസ് ഡേറ്റ് 31/12/2005. മുരളിയുടെ ഹെഡിങ് ആണ് നയി വർഷ में अपने पुराने संस्कारों को योग अग्नि में भस्म कर ब्रह्मा बाप समान त्याग तपस्या और സേവാ में നമ്പർ 1 ബനോ. അതായത് ബാബ മുരളിയുടെ ഹെഡിങ് പറയുന്നത്, പുതിയ വർഷത്തിൽ തൻ്റെ പഴയ സംസ്കാരങ്ങളെയെല്ലാം യോഗ അഗ്നിയിൽ ഭസ്മമാക്കി ബ്രഹ്മബാബയ്ക്ക് സമാനം ത്യാഗം, തപസ്യ, അതുപോലെ സേവനം, ഇതിൽ മൂന്നിലും നമ്പർ 1 മാറൂ. आज बाप दादा चारों ओर के चाहे सन्मुख है चाहे दूर बैठे दिल के समीप है सर्व को 3 മുബാരക് ദേ രഹേ ഹെ. ബാബ പറയാണ്, ഇന്ന് ബാപ്പ് ദാദ 4 ഭാഗത്തുമുള്ള, അതായത് മുന്നിലിരിക്കുന്ന കുട്ടികൾ ആയിരിക്കാം, അതുകൂടാതെ ദൂരത്തിരിക്കുന്ന കുട്ടികൾ, ദൂരത്തിരിക്കുന്നതാണെങ്കിലും അവർ ഹൃദയത്തിൽ എവിടെയാണ്, സമീപത്താണെന്ന് ബാബ പറയാം. അങ്ങനെയുള്ള എല്ലാ കുട്ടികൾക്കും ബാബ ഇന്ന് 3 തരത്തിലുള്ള ആശംസകൾ കൊടുക്കുകയാണ് എല്ലാവർക്കും. ഏക് നൗ ജീവൻ കി മുബാരക് ഹെ, ദൂസരി നൗ യുഗ് കി മുബാരക് ഹെ, और तीसरी आज के दिन നയി വർഷ കി മുബാരക് ഹെ. ബാബ പറയാണ്, ആ 3 ആശംസകൾ ഏതൊക്കെയാ ബാബ പറയുന്നത്? ഒന്ന്, ഈ നവജീവിതത്തിൻ്റെ ആശംസ. രണ്ടാമത്തേത് ബാബ പറയാണ് നവയുഗത്തിൻ്റെ ആശംസ. അതുപോലെ മൂന്നാമത്തേത് ഇന്നത്തെ ദിവസം, ഈ പുതിയ വർഷം ആണല്ലോ, അതായത് 31-നാണല്ലോ ബാബ മുരളി പറഞ്ഞത്. അപ്പോൾ ന്യൂ ഇയറിൻ്റെ സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ബാബ ഇന്നത്തെ ഈ ദിവസം പുതിയ വർഷത്തിൻ്റെയും ആശംസകൾ, അങ്ങനെ 3 രീതിയിലുള്ള ആശംസകൾ ബാപ്പ് ദാദ എല്ലാ കുട്ടികൾക്കും കൊടുക്കുകയാണ്. ആപ്പ് സബി ബി നയേ വർഷ കി മുബാരക് ദേനെ ഓർ മുബാരക് ലേനെ ആയേ ഹോ. ബാബ പറയാണ്, താങ്കൾ എല്ലാ കുട്ടികളും പുതിയ വർഷത്തിനുള്ള ആശംസ കൊടുക്കാനും അതുപോലെ എടുക്കാനും വന്നിരിക്കുകയാണ്. വാസ്തവമേം സച്ചി ദിൽ കെ ഖുശി കി മുബാരക്കേം ആപ് ബ്രാഹ്മൺ ആത്മായേം ലേത്തെ ബി ഹോ ദേത്തെ ബി ഹോ. ബാബ പറയാണ്, വാസ്തവത്തില് സത്യമായ ഹൃദയത്തിൽ നിന്നുമുള്ള ആ സന്തോഷത്തോടെയുള്ള ആശംസകൾ താങ്കൾ ബ്രാഹ്മണ കുട്ടികൾ തന്നെയാണ് എടുക്കുന്നതും കൊടുക്കുന്നതും. ആജ് കെ ദിൻ കാ മഹത്വ ഹേ, ഇന്നത്തെ ആ ഒരു ദിവസം വളരെ മഹത്വപൂർണമാണെന്ന് ബാബ പറയാം. വിദായി ബി ഹേ ഓർ ബദായി ബി ഹേ. അതായത് ആ മഹത്വം എന്താണ്? അതായത് വിട പറയുകയും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം ആശംസയും കൊടുക്കുന്നുണ്ട്. വിദായി ഓർ ബദായി കാ സംഗം യുഗ് ഹേ. അപ്പോൾ ആ ഒരു ദിവസം, അതായത് പുതിയ വർഷത്തിന് നമ്മൾ ആശംസകളും പഴയ വർഷത്തിന് വിട പറയുകയും ചെയ്യാണല്ലോ. അപ്പം അത് പറയാ ബാബ, വിട പറയുന്നതിൻ്റെയും ആശംസകൾ കൊടുക്കുന്നതിൻ്റെയും സംഗമ യുഗമാണ്. ആജ് കെ ദിൻ കോ കഹേങ്കെ സംഗം കാ ദിൻ ഹെ. അപ്പം ഇന്നത്തെ ദിവസത്തെ പറയുന്നത് സംഗമത്തിൻ്റെ ദിവസമാണ്. അതായത് പുതിയ വർഷം തുടങ്ങുന്നതിൻ്റെയും പഴയ വർഷം അവസാനിക്കുന്നതിൻ്റെയും സംഗമം. സംഗം കി മഹിമ ബഹുത് ബഡി ഹേ. അപ്പം ബാബ പറയാണ്, സംഗമത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആപ് സബി ജാൻതേ ഹോ കി സംഗം യുഗ് കി महिमा के कारण आजकल पुराने और नए वर्ष के संगम को कितना धूमधाम से मनाते हैं. ബാബ പറയാണ്, അതായത് താങ്കൾ കുട്ടികൾക്കറിയാം, അതായത് ഈ സംഗമയുഗത്തിൻ്റെ മഹിമ കാരണത്താൽ
ഇന്നത്തെ കാലത്ത് ബാബ പറയാ ഈ പഴയ ലോകം അതുപോലെ, അതായത് പഴയ വർഷം അതുപോലെ പുതിയ വർഷം, അതിൻ്റെ ആ സംഗമമുണ്ടല്ലോ, അതിന് എത്ര വളരെ ആർഭാടമായിട്ടാണ് അതെല്ലാം ആഘോഷിക്കുന്നത് എന്ന് ബാബ പറയാം. സംഗം യുഗ് കി महिमा के कारण ही इस पुराने नए वर्ष के संगम की महिमा है. ബാബ പറയുന്നത് സംഗമയുഗം അല്ലെ, നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ സംഗമയുഗമാണല്ലോ, ആ സംഗമയുഗത്തിന്റെ മഹിമയുടെ കാരണത്താൽ തന്നെയാണ് ഈ പഴയ വർഷം അതുപോലെ പുതിയ വർഷത്തിന്റെയും സംഗമത്തിനും ഇത്രയും മഹിമയുള്ളതെന്ന് ബാബ പറയാം. ജഹാം ദോ നദിയാ മിൽത്തി ഹേ സംഗം ഹോത്താ ഹേ ഉൻകി ബി മഹിമ ഹേ. ബാബ പറയാണ്, എവിടെയെല്ലാം രണ്ട് നദികൾ തമ്മിൽ കൂടിച്ചേരുന്നുണ്ടോ അവിടെ സംഗമം ഉണ്ടാകുന്നുണ്ടല്ലോ. ബാബ പറയുന്നത് അതിനും മഹിമയുണ്ട്. ജഹാം നദി സാഗർ കാ സംഗം ഹോത്താ ഹേ ഉസ്കി ബി മഹിമ ഹേ. ബാബ പറയാണ്, എവിടെയൊക്കെ നദി സാഗരവുമായിട്ട് ചേരുന്നുണ്ടോ അവിടെയും എന്തുണ്ട്? മഹിമയുണ്ട്. ലേക്കിൻ सबसे बड़ी महिमा इस संगम युग की पुरुषोत्तम युग की है, जहां आप ब्राह्मण ഭാഗ്യവാൻ ആത്മായെ ബൈഠേ ഹോ. ബാബ പറയാണ്, പക്ഷെ ബാബ പറയാണ് ഏറ്റവും വലിയ മഹിമ എന്ന് പറയുന്നത് ഈ സംഗമ യുഗത്തിൻ്റെതാണ്, അതായത് പുരുഷോത്തമ യുഗത്തിൻ്റെതാണ്. എവിടെയാണോ നിങ്ങൾ ബ്രാഹ്മണ ഭാഗ്യവാൻ ആത്മാക്കൾ ഇരിക്കുന്നത്, നമ്മൾ ബ്രാഹ്മണ ഭാഗ്യവാൻ ആത്മാക്കൾ ഇരിക്കുന്നത് എവിടെയാണ്? സംഗമയുഗത്തിലാണ്. ആ സംഗമയുഗത്തിനാണ് ഏറ്റവും വലിയ മഹിമ എന്ന് ബാബ പറയാം. യഹ് നശാ ഹേന. ബാബ പറയണ ഇത് വളരെയധികം ലഹരി വരുന്ന അല്ലേ, വളരെയധികം നമുക്ക് ഉത്സാഹമൊക്കെ വരുന്ന കാര്യമല്ലേ എന്ന് ബാബ പറയാം. അഗർ ആപ് സേ കോയി പൂച്ചേ ആപ് കിസ് സമയ പർ ഹോ. അപ്പൊ ബാബ പറയാണ്, ആരെങ്കിലും താങ്കളോട് ചോദിക്കുകയാണ് താങ്കൾ ഇപ്പോൾ ഏത് സമയത്തിലാണ് എന്ന് ചോദിക്കുമ്പോൾ ബാബ പറയാ, ക്യാ കലിയുഗമേ രഹത്തേ ഹോ യാ സത്യയുഗമേ രഹത്തേ ഹോ. എന്താ നിങ്ങൾ കലിയുഗത്തിലാണോ ജീവിക്കുന്നത് അതോ സത്യയുഗത്തിലാണോ ജീവിക്കുന്നത്? തോ ക്യാ ഫലക് സേ കഹേങ്കേ. എന്താണ് നിങ്ങൾ ഉത്സാഹത്തോടു കൂടി പെട്ടെന്ന് പറയുക എന്താണ് എന്ന് ബാബ ചോദിക്കുക. ഇസ് സമയ് ഹം ഇസ് സമയ് പുരുഷോത്തം സംഗം യുഗമേ രഹത്തേ ഹേ. ബാബ പറയാണ്, നമ്മൾ കുട്ടികൾ ഇപ്പോൾ ഈ സമയം എവിടെയാണ് ഇരിക്കുന്നത്? പുരുഷോത്തമ സംഗമയുഗത്തിലാണ് ഇരിക്കുന്നത്. ആപ്പ് കലിയുഗി നഹി ഹോ സംഗം യുഗി ഹോ. ബാബ പറയാണ്, താങ്കൾ കലിയുഗികളല്ല സംഗമയുഗികളാണ് എന്ന് ബാബ പറയാം. ഓർ ഈ സംഗം യുഗ കി വിശേഷ മഹിമ ക്യൂം ഹേ. ബാബ പറയാണ്, അതുകൂടാതെ ഈ സംഗമയുഗത്തിന്റെ വിശേഷ മഹിമ എന്തുകൊണ്ടാണ് ഈ സംഗമയുഗത്തിന് ഇത്രയും വിശേഷ മഹിമയുള്ളത് എന്ന് ബാബ ചോദിക്കാം. ബാബ പറയാണ്, ക്യൂംകി ഭഗവാൻ ഓർ ബച്ചോം കാ മിലൻ ഹോത്താ ഹേ. എന്തുകൊണ്ടാണ് ഈ സംഗമയുഗത്തിന് ഇത്രയും വിശേഷ മഹിമയുള്ളത്? അതായത് ഭഗവാനും ഭഗവാന്റെ കുട്ടികളുടെയും മിലനം ഈ സമയത്താണ് നടക്കുന്നത്. മേള ഹോത്താ ഹേ മിലൻ ഹോത്താ ഹേ ജോ കിസി ബി യുഗമേ നെഹി ഹോത്താ. അതായത് മേളയും നടക്കുന്നുണ്ട് മിലനവും നടക്കുന്നുണ്ട്. ഇത് വേറെ ഒരു യുഗത്തിലും നടക്കില്ല എന്ന് ബാബ പറയാം. തോ മേള മനാനെ ആയേ ഹോന. അപ്പം അതുകൊണ്ട് നിങ്ങൾ മേള ആഘോഷിക്കാൻ വന്നിരിക്കുകയല്ലേ എന്ന് ബാബ കുട്ടികളോട് ചോദിക്കാം. ആപ്പ് മിലൻ മേള മനാനെ കേലിയെ കഹാം കഹാം സേ ആയേ ഹോ. അതായത് താങ്കൾ കുട്ടികൾ ഈ മിലനത്തിൻ്റെയും അതുപോലെ മേളയുമെല്ലാം ആഘോഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എവിടെ നിന്നെല്ലാമാണ് വന്നിരിക്കുന്നത്? കബി സ്വപ്നമേ ബി സോച്ചാദാക്കി ഡ്രാമേ മുജ് ആത്മാക്ക ഏസാ ബി ഭാഗ്യനൂന്ത ഹുവാ ഹേ. ബാബ കുട്ടികളോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഇത് വിചാരിച്ചിട്ടുണ്ടാകില്ല. അതായത് ഡ്രാമയിൽ ഞാൻ ആത്മാവിന് ഇങ്ങനെ ഒരു ഭാഗ്യം ഈ ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് ബാബ പറയാം. ആത്മാക്ക പരമാത്മാ സേ മിൽനെ കാ ഭാഗ്യത ഓർ ഹേ. ബാബ പറയുന്നത്
ആത്മാവിന് പരമാത്മാവുമായി കണ്ടുമുട്ടാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു, അത് ഉള്ളതാണ് എന്ന് ബാബ പറയാം. ബാപ്പ് ബി ഹർ ഏക് ബच्चे के ഭാഗ്യ को देख ഹർഷിത് ഹോത്തെ ഹെ. ബാബയും ഓരോ കുട്ടികളുടെയും ഭാഗ്യത്തെ കണ്ടുകൊണ്ട് വളരെയധികം ഹർഷിതമാവുകയാണ്, വളരെയധികം സന്തോഷം വരാണ് ബാബയ്ക്ക്. വാഹ് ഭാഗ്യവാൻ ബച്ചേ വാഹ്, അതായത് ബാബ പറയാണ്, ആഹാ ഭാഗ്യവാനായ കുട്ടികളെ, ആഹാ എന്ന് ബാബ പറയാം. അപ്പനെ ഭാഗ്യ को देख दिल में अपने प्रति वाह मैं वाह मेरा भाग्य वाह वाह मेरा ബാബ വാഹ് മേര ബ്രാഹ്മൺ പരിവാർ. ബാബ പറയാണ്, അതായത് സ്വയം നിങ്ങളുടെ ഭാഗ്യത്തെ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ സ്വയത്തെ പ്രതി എങ്ങനെയാ വരുന്നത്? ആഹാ ഞാൻ ഭാഗ്യവാൻ, അല്ലേ? ഞാൻ ഭാഗ്യവാൻ, ആഹാ. അതുപോലെ ആഹാ എൻ്റെ ഭാഗ്യം, ആഹാ എൻ്റെ ബാബ, ആഹാ എൻ്റെ ബ്രാഹ്മണ പരിവാരം. यह वाह वाह के गीत ഓട്ടോമാറ്റിക് ദിൽ മേം ഗാത്തെ രഹത്തെ ഹേ നാ. ബാബ പറയാണ്, ഈ ആഹാ ആഹാ എന്ന ഗീതം സ്വതവേ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ബാബ പറയാം. तो आज इस संगम के समय अपने अंदर सोच लिया है कि किस किस बातों को विदाई देनी है. ബാബ പറയാണ്, അതുകൊണ്ട് ഇന്ന് ഈ സംഗമ സമയത്ത്, അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരിക്കണം, അതായത് ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ഞാൻ വിട പറയേണ്ടത്. സബീനെ സോച്ചാഹേ, എല്ലാവരും ഇത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ബാബ ചോദിക്കാം. സദാകാൽ കെ ലിയേ വിദായി ദേനി ഹേ, ക്യോംകി സദാകാൽ കെ ലിയേ വിദായി ദേനെ സേ സദാകാൽ കി ബദായിയ മനാ സകേംഗെ. ബാബ പറയാണ്, സദാകാലത്തേക്ക് നിങ്ങൾ അതിന് വിട പറയണം. എന്തുകൊണ്ടെന്നാൽ സദാകാലത്തേക്ക് നിങ്ങൾ വിട പറയുമ്പോൾ സദാകാലത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ആശംസകളും ആഘോഷിക്കാൻ സാധിക്കുമെന്ന് ബാബ പറയാം. അതായത് അതിൻ്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ എന്നൊക്കെ പറയുമല്ലോ, അതും നിങ്ങൾക്ക് ആഘോഷിക്കാൻ സാധിക്കും. ऐसी बधाई दो जो आपके चेहरे को देख जो भी आत्मा सामने आए वह भी बधाइयां प्राप्त कर खुश हो जाए. ബാബ പറയാണ്, നിങ്ങൾ ഇങ്ങനെയുള്ള അഭിനന്ദനങ്ങൾ നിങ്ങൾ കൊടുക്കും എല്ലാവർക്കും. അതായത് ഏതൊരു ആത്മാവ് നിങ്ങളുടെ മുന്നിൽ വന്നാലും അവർക്ക് നിങ്ങളുടെ മുഖത്തിലൂടെ, അതായത് അവർക്ക് അനുഭവമാകണം, പ്രാപ്തമാകണം. അതായത് ആശംസകളുടെ ആ സന്തോഷം, അതിൻ്റെ ആ ഒരു പ്രാപ്തി ഉണ്ടല്ലോ, അത് നിങ്ങളുടെ മുഖത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ ആത്മാവിനും പ്രാപ്തമാകണം. അങ്ങനെയുള്ള രീതിയിലുള്ള ആശംസകൾ കൊടുക്കാനാണ് ബാബ പറയുന്നത്. ജോ ദിൽ സേ ബദായി ദേതാ വ ലേത്തെ ഹേ വഹ് സദാ ഹി കൈസേ ദിക്കായി ദേത്തെ ഹേ. ബാബ പറയാണ്, ആരാണോ ഹൃദയത്തിൽ നിന്നും ആശംസകൾ എടുക്കുന്നതും കൊടുക്കുന്നതും അവർ സദാ അവര് എങ്ങനെയാണ് കാണപ്പെടുക എന്ന് ബാബ ചോദിക്കാം. എങ്ങനെയാണ് കാണപ്പെടുക എന്ന് ബാബ ഉത്തരം പറയാണ്, സംഗമയുഗി ഫരിഷ്ത, അല്ലേ? സംഗമയുഗി ഫരിഷ്തയായിട്ട് കാണപ്പെടുന്ന ബാബ പറയാം. സദാ കാണപ്പെടും. കാരണം അവര് ഹൃദയത്തിൽ നിന്നാണ് ആശംസകൾ കൊടുക്കുന്നതും എടുക്കുന്നതും. സബീക യഹി പുരുഷാർത്ഥ് ഹേന, എല്ലാവരുടെയും ഇതന്നെയല്ലേ പുരുഷാർത്ഥം. അതായത് ബ്രാഹ്മൺ സോ ഫരിഷ്ത और फरिश्ता सो देवता, क्योंकि बाप को सब प्रकार के संकल्प व जो भी कुछ प्रवृत्ति का कर्म का बोझ है वह दे दिया है ना. ബാബ പറയാണ്, അതായത് എല്ലാവരുടെയും പുരുഷാർത്ഥം ഇതുതന്നെയാണ്. അതായത് ബ്രാഹ്മണനിൽ നിന്നും ഫരിസ്തയാകണം, പിന്നീട് ഫരിസ്തയിൽ നിന്നും ആരാകണം? ദേവതയാകണം, അല്ലെ? എന്തുകൊണ്ടെന്നാൽ ബാബ പറയാണ്, ബാബയ്ക്ക് നമ്മൾ എല്ലാ പ്രകാരത്തിലുള്ള സങ്കല്പങ്ങൾ, അതിലേതാണ് ചില പ്രവൃത്തികളായിരിക്കാം, ചില കർമ്മങ്ങളായിരിക്കാം, അതിൻ്റെ എല്ലാം ഭാരം
നമ്മൾ ബാബയ്ക്ക് കൊടുത്തു കഴിഞ്ഞു ഇല്ലേ എന്ന് ബാബ ചോദിക്കുകയാണ്. ബോജ് ദിയാ ഹേ യാ തോടാ സാര ഗയാ ഹേ? ബാബ ചോദിക്കുക, നിങ്ങൾ ഈ ഭാരമെല്ലാം കൊടുത്തോ അതോ കുറച്ച് നിങ്ങളുടെ കൈവശം വെച്ചിട്ടുണ്ടോ എന്ന് ബാബ ചോദിക്കുക. ക്യൂംകി തോടാ ബി ബോജ് ഫരിസ്ത ബന്നെ നഹി ദേഗാ और जब बाप बच्चों का बोझ लेने के लिए आए हैं तो बोझ देने മുഷ്കിൽ ഹേ ക്യാ? ബാബ ചോദിക്കുകയാണ്, അതായത് നിങ്ങളിൽ കുറച്ചെങ്കിലും ഒരു ഭാരം നിങ്ങളിൽ ഉണ്ട് എന്ന് കരുതുക. പിന്നെ നിങ്ങൾക്ക് മാലാഖയായിട്ട് മാറാൻ സാധിക്കില്ല, ഫരിസ്തയായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഫരിസ്ത എന്ന് പറയാൻ തന്നെ എന്താണ്, വളരെ ലൈറ്റാണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഭാരം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാലാഖയായിട്ട് മാറാൻ കഴിയില്ല എന്ന് ബാബ പറയാം. ബാബ വന്നിരിക്കുന്നത് എന്തിനാണ്? കുട്ടികളുടെ എല്ലാ ഭാരങ്ങളും എടുക്കാനാണ് ബാബ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താ ഈ ഭാരം കൊടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ എന്ന് ബാബ ചോദിക്കാം. മുഷ്കിൽ ഹേ യാ സഹജ് ഹേ? ബാബ വീണ്ടും ചോദിക്കാം, നിങ്ങൾക്കിത് ബുദ്ധിമുട്ടുണ്ടോ കൊടുക്കാൻ, അതോ നിങ്ങൾക്ക് സഹജമാണോ? ജോ സമജ്തേ ഹേ ബോജ് ദേ ദിയാ ഹേ വഹ് ഹാത്തുടാവോ. അപ്പൊ ബാബ പറയാണ്, ആരാണോ മനസ്സിലാക്കുന്നത് എല്ലാ ഭാരവും ഞാൻ ബാബയ്ക്ക് കൊടുത്തു കഴിഞ്ഞു, അങ്ങനെയുള്ളവര് കൈ ഉയർത്താൻ ബാബ പറയാം. ദേ ദിയാ ഹേ, കൊടുത്തു കഴിഞ്ഞോ? ദേഖ്ന സോച്ച് കെ ഹാത്ത് ഉടാന. ബാബ പറയാണ്, നോക്കൂ, നിങ്ങൾ ആലോചിച്ചിട്ട് വേണം നിങ്ങളുടെ കൈ ഉയർത്താൻ. ബോജ് ദേ ദിയാ ഹേ, നിങ്ങൾ എല്ലാ ഭാരവും ബാബയ്ക്ക് കൊടുത്തോ? അച്ഛാ, ദേ ദിയാ ഹേ തോ ബഹുത്ത് മുബാരക് ഹോ. ബാബ പറയാ, ശരി, നിങ്ങൾ അഥവാ എല്ലാം ബാബയ്ക്ക് കൊടുത്തുവെങ്കിൽ വളരെയധികം ആശംസകള് ബാബ പറയാം. ഓർ ജിനോനെ നെഹി ദിയാ ഹേ വഹ് കിസ്ലിയേ രഖാ ഹേ. ബാബ വീണ്ടും ചോദിക്കാണ്, ഇനി ആരാണോ ബാബയ്ക്ക് കൊടുക്കാത്തത് അവരെന്തിനാണ് ഇങ്ങനെ കൈവശം വെച്ചിരിക്കുന്നത് എന്ന് ബാബ ചോദിക്കാം. ബോജസെ പ്രീത് ഹേ ക്യാ? അതായത് ബാബ പറയാ, നിങ്ങൾക്കെന്താ ഈ ഭാരത്തിനോട് ഇത്രയും പ്രീതിയുണ്ടോ, ഇഷ്ടമുണ്ടോ? ബോജ് അച്ഛാ ലഗ്താ ഹേ? നിങ്ങൾക്ക് ഈ ഭാരം വളരെ നല്ലതായി തോന്നുന്നുണ്ടോ? ദേക്കോ ബാപ് ദാദാ ഹർ ബच्चे को क्या कहते हैं? ഓ മേരെ ബേഫിക്കർ ബാദ്ഷാ ബച്ചേ. ബാബ പറയാ, നോക്കൂ, ബാപ് ദാദ എല്ലാ കുട്ടികളോടും എന്താണ് പറയുന്നത്? എൻ്റെ നിശ്ചിന്ത ചക്രവർത്തിയായ കുട്ടികളെ, അങ്ങനെയല്ലേ ബാബ വിളിക്കാറ്. തോ ബോജ് കാ ഫിക്കർ ഹോത്താ ഹേന. ബാബ പറയുന്നത്, പിന്നെ നിങ്ങൾക്ക് ഈ ഭാരത്തിന്റെ ഈ എന്താ പറയാ അതിനെ കുറിച്ചുള്ള ചിന്ത നിങ്ങൾക്കുണ്ടോ? കാരണം ബാബ വിളിക്കുന്നത് തന്നെ എന്താണ്? നിശ്ചിന്ത ചക്രവർത്തി എന്നാണ് വിളിക്കുന്നത്. तो बोझ लेने के लिए बाप आए हैं क्योंकि 63 जन्म से बाप देख रहे हैं बोझ उड़ाते उड़ाते सभी बच्चे बहुत भारी हो गए हैं. ബാബ പറയാണ്, ബാബ എന്തിനാ വന്നിരിക്കുന്നത്? ഈ ഭാരമെല്ലാം എടുത്തു കൊണ്ടുപോകാനാണ് ബാബ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ബാബ അങ്ങനെ വന്നിട്ടുള്ളത്? അതായത് 63 ജന്മം ബാബ ഇത് തന്നെയാണ് കാണുന്നത്. അതായത് കുട്ടികൾ ഇങ്ങനെ ഭാരം എടുത്തെടുത്ത് എല്ലാ കുട്ടികൾക്കും വളരെ വലിയ ഭാരമായി, അത്രയ്ക്കും അവർ ക്ഷീണിച്ചു. ഇത്രയും വലിയ എല്ലാ കുട്ടികൾക്കും വളരെയധികം ഭാരമായി എന്ന് ബാബ പറയാം. അതുകൊണ്ട് ബാബ പറയാണ്, ഇസ്ലിയെ ജബ് ബാപ്പ് ബച്ചോം കോ പ്യാർ സേ കഹ് രഹേ ഹേ ബോജ് ദേ ദോ. അതുകൊണ്ട് ബാബയ്ക്ക് അത്രയ്ക്കും ഇത് കാണാണല്ലോ. ബാബ 63 ജന്മമായി തൻ്റെ കുട്ടികൾ ഇങ്ങനെ ഓരോ പ്രകാരത്തിലുള്ള ഭാരങ്ങളും എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ബാബ ആ ഭാരങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മേടിക്കാനാണ് ബാബ വന്നിരിക്കുന്നത്. അപ്പൊ കാരണം ഇത് ബാബയ്ക്ക് അത്രയും ഇഷ്ടമാണ് കുട്ടികളോട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാബ കുട്ടികളെ അത്രയും സ്നേഹത്തോട് കൂടിയിട്ടാണ് പറയുന്നത്, നിങ്ങൾ എന്ത് ഭാരം ഉണ്ടെങ്കിലും നിങ്ങൾ എനിക്ക് തരൂ മക്കളെ എന്ന്. അപ്പോൾ നിങ്ങൾ തരൂ എന്ന് ബാബ വളരെ സ്നേഹത്തോടെ പറയാണ്. ഫിർബി ക്യൂം രഖ് ലിയാ ഹേ? ബാബ ചോദിക്കുക, എന്നിട്ടും നിങ്ങൾ എന്തിനാണിത് കൈവശം വെക്കുന്നത് എന്ന് ബാബ ചോദിക്കാം. ക്യാ ബോജ് അച്ഛാ ലഗ്താ ഹേ? എന്താ നിങ്ങൾക്ക് ഈ ഭാരം വളരെ നല്ലതായിട്ട് തോന്നുന്നുണ്ടോ? സബ്സെ സൂക്ഷ്മ ബോജ് ഹേ പുരാനെ സംസ്കാർ കാ.
അപ്പൊ ബാബ പറയാണ് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഭാരം എന്ന് പറയുന്നത് എന്തിനാണ്? പഴയ സംസ്കാരങ്ങളുടെ ഭാരം. ബാപ് ദാദാനെ ഹർ ബच्चे के इस वर्ष का क्योंकि वर्ष पूरा हो रहा है ना तो इस वर्ष का चार्ट देखा. ബാപ് ദാദ, അതായത് ഈ വർഷം അവസാനിക്കുകയാണല്ലോ, അവസാനിച്ചു കഴിഞ്ഞു. അപ്പൊ ബാബ എന്താ നോക്കുന്നത്? എല്ലാ കുട്ടികളുടെയും ഈ വർഷത്തെ ചാർട്ട് ബാബ നോക്കി. ആപ്പ് സപ്നെ ബി അപ്നാ വർഷ കാ ചാർട്ട് ചെക്ക് കിയാ ഹോഗ. ബാബ പറയണം, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ വർഷത്തെ മുഴുവൻ ചാർട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാകും. तो बाप दादा ने देखा कि कई बच्चों को इस पुराने संसार की आकर्षण कम हुई है, पुराने संबंध की भी आकर्षण कम हुई है, लेकिन पुराने संस्कार उसका बोझ मेजोरिटी में रहा हुआ है. അപ്പൊ ബാബ എന്താ കണ്ടത്? കുട്ടികളുടെ ചാർട്ട്, ഒരു വർഷത്തെ ചാർട്ട് ബാബ നോക്കിയപ്പോൾ ബാബ കണ്ടത് എന്താണെങ്കിൽ ബാബ പറയാണ്, കുറച്ച് കുട്ടികൾക്ക് ഈ പഴയ ലോകത്തോടുള്ള ആകർഷണം കുറഞ്ഞിട്ടുണ്ട്. ഇനി ചിലർക്കാണെങ്കിലോ അതായത് പഴയ സംബന്ധത്തോടുള്ള ആകർഷണവും കുറഞ്ഞിട്ടുണ്ട്. ലേക്കിൻ പക്ഷെ ബാബ പറയാണ്, പുരാനെ സംസ്കാർ, പഴയ സ്വഭാവ സംസ്കാരങ്ങൾ, അതിൻ്റെ ഭാരം മെജോറിറ്റി കുട്ടികളിലും ഉണ്ടെന്ന് പറയാം. അതായത് കൂടുതൽ കുട്ടികളിലും ഈ പഴയ സംസ്കാരങ്ങളുടെ ഭാരമുണ്ട്. किसी ना किसी रूप में चाहे मनसा अशुद्ध संकल्प नहीं, लेकिन व्यर्थ संकल्प का संस्कार अभी भी परसेंटेज में दिखाई देता है. ബാബ പറയാണ്, ഏതെങ്കിലും ഒക്കെ രൂപത്തിൽ, അതായത് മനസ്സുകൊണ്ട് ചിലപ്പോൾ അശുദ്ധ സങ്കല്പങ്ങളൊന്നും ഉണ്ടാകില്ല. പക്ഷെ ബാബ പറയുന്നത് വ്യർത്ഥ സങ്കല്പത്തിന്റെ ആ സംസ്കാരം ഉണ്ടല്ലോ, അതിപ്പോഴും കുട്ടികളില് ശതമാനമായിട്ട് കാണപ്പെടുന്നുണ്ട് അല്ലെ. പലരിലും പല പെർസെന്റേജ് ആണ്, അങ്ങനെ കാണപ്പെടുന്നുണ്ട് എന്ന് ബാബ പറയാം. വാജാമേം ബി ദിക്കായി ദേത്താ ഹേ, സംബന്ധ സമ്പർക്കമേം ബി കോയി ന കോയി സംസ്കാർ അബീ ബി ദിക്കായി ദേത്താ ഹേ. ബാബ പറയുന്നത് അതായത് നിങ്ങളുടെ വാക്കുകളിലും ആ പഴയ സംസ്കാരത്തിന്റെ ആ ഒരു ഇത് കാണപ്പെടുന്നുണ്ട്. അതുകൂടാതെ ബാബ പറയാണ്, സംബന്ധ സമ്പർക്കത്തിലും ഈ ചില സംസ്കാരങ്ങള് കാണപ്പെടുന്നുണ്ട് എന്ന് ബാബ പറയാം. तो आज बाप दादा सभी बच्चों को मुबारक के साथ साथ यही इशारा देते हैं कि यह रहा हुआ संस्कार समय पर धोखा देता भी है. ബാബ പറയാണ്, അതായത് ഇന്ന് ബാപ് ദാദ എല്ലാ കുട്ടികൾക്കും അതായത് ആശംസകളുടെ കൂടെ തന്നെ ബാബ ഈ ഒരു സൂചനയും കൊടുക്കാണ്. അതായത് ബാബ പറയുന്നത്, അവശേഷിക്കുന്ന നിങ്ങളുടെ ഈ സംസ്കാരമുണ്ടല്ലോ, അതായത് എല്ലാ കുട്ടികളിലും ബാബ പഴയ സ്വഭാവ സംസ്കാരങ്ങളിൽ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളിൽ ഏത് പഴയ സ്വഭാവ സംസ്കാരമാണോ അവശേഷിക്കുന്നത് അത് നിങ്ങളെ സമയത്ത് ചതിക്കും. और अंत में भी धोखा देने का निमित्त बन जाएगा, इसलिए आज संस्कार का संस्कार करो. അപ്പൊ ബാബ പറയാണ്, അത് മാത്രമല്ല അന്തിമത്തിലും ഇത് നിങ്ങൾക്ക് വഞ്ചിക്കും, അതായത് നിങ്ങളെ വഞ്ചിക്കുന്നതിന് നിമിത്തമായിട്ട് മാറും. ഏത്? പഴയ സ്വഭാവ സംസ്കാരങ്ങൾ അല്ലെ. അപ്പൊ പഴയ സ്വഭാവ സംസ്കാരങ്ങള് ആരിലാണോ അവശേഷിക്കുന്നത് അത് ബാബ പറയാണ്, നിങ്ങളെ സമയത്തത് വഞ്ചിക്കും, അന്തിമത്തില് നിങ്ങളെ വഞ്ചിക്കാൻ അത് നിമിത്തമായിട്ട് മാറും ചെയ്യും. അതുകൊണ്ട് ബാബ പറയാണ്, ഇന്ന് തന്നെ നിങ്ങൾ ആ സംസ്കാരങ്ങളെ സംസ്കരിക്കൂ, ഇല്ലാതാക്കാൻ പറയാണ് ബാബ. हर एक अपने संस्कार को जानता भी है, छोड़ने चाहता भी है, तंग भी है, लेकिन सदा के लिए परिवर्तन करने में തീവ്ര പുരുഷാർത്ഥി നഹി ഹേ. അപ്പൊ ബാബ പറയാണ്, അതായത് എല്ലാവർക്കും അവരവരുടെ സംസ്കാരങ്ങളെ കുറിച്ച് അറിയാം അല്ലെ. ഏതൊക്കെ പഴയ സ്വഭാവ സംസ്കാരങ്ങളാണ് നമ്മൾ ഉള്ളിലുള്ളതെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ബാബ പറയാണ്, എല്ലാ കുട്ടികൾക്കും അവരവരുടെ സംസ്കാരത്തിനെ കുറിച്ചൊക്കെ അറിയാം, അവരതിനെ ഉപേക്ഷിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്.
അതവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ബാബ പറയുന്നത് അതിനെ സദാ അതിനെ ഉപേക്ഷിക്കാൻ, അല്ലെ? സദാ കേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദാ ആ ഒരു സംസ്കാരത്തിനെ പരിവർത്തനം ചെയ്യുന്നതിൽ തീവ്ര പുരുഷാർത്ഥിയല്ല എന്ന് പറയാം. ഇത് സദാകാലത്തേക്ക് അതിനെ ഇല്ലാതാക്കണമല്ലോ. ആ ഒരു കാര്യത്തില് തീവ്ര പുരുഷാർത്ഥിയല്ല എന്ന് ബാബ പറയാം. പുരുഷാർത്ഥ കർത്തേ ഹേ ലേക്കിൻ തീവ്ര പുരുഷാർത്ഥി നഹി ഹേ, അല്ലെ? അതായത് ചില സ്വഭാവ സംസ്കാരങ്ങളെ മാറ്റാൻ കുട്ടികൾ പരിശ്രമിക്കുന്നുണ്ട്. ബാബ പറയുന്നത് പരിശ്രമിക്കുന്നുണ്ട് കുട്ടികള്, പക്ഷെ തീവ്ര പുരുഷാർത്ഥിയല്ല, തീവ്രമായിട്ട് പരിശ്രമിക്കുന്നില്ല. അതാ ബാബ പറയുന്നത് തീവ്ര പുരുഷാർത്ഥിയല്ല. കാരണം തീവ്ര പുരുഷാർത്ഥ് ക്യൂം നഹി ഹോത്ത? ബാബ ചോദിക്കുക എന്താ അതിന് കാരണം? എന്തുകൊണ്ടാണ് നിങ്ങൾ തീവ്ര പുരുഷാർത്ഥം എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ബാബ ചോദിക്കുക. കാരണം യഹി ഹേ ജൈസെ രാവൺ കോ മാരാ ബി ലേക്കിൻ സിർഫ് മാരാ നഹി ജലായാ ബി. അതായത് ബാബ കാരണം പറയാണ്, എങ്ങനെയാണോ രാവണനെ കൊല്ലുന്നുണ്ട്, പക്ഷെ കേവലം കൊല്ലുക മാത്രല്ല കത്തിക്കുന്നുണ്ട്. ऐसे मारने के लिए पुरुषार्थ करते हैं. थोड़ा बेहोश भी होता है संस्कार, लेकिन जलाया नहीं तो बेहोशी से बीच बीच में उठ जाता है. ബാബ പറയാണ്, ഇതുപോലെ നിങ്ങൾ കൊല്ലുന്നതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്, അല്ലേ? അതായത് ബാബ പറയണില്ലേ പുരുഷാർത്ഥം നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് ബാബ ഇവിടെ അതിൻ്റെ ഒരു എന്താ പറയുക എക്സാമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തരാണ്. നിങ്ങൾ കൊല്ലുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്താ ഉണ്ടാകുന്നത്? കുറച്ച് അബോധാവസ്ഥയിലാകുന്നു എന്ന് ബാബ പറയാം. ആ സംസ്കാരം അപ്പോൾ കുറച്ച് അബോധാവസ്ഥയിലായിരിക്കും, കാരണം കൊല്ലുന്നതിന് പരിശ്രമിക്കുന്നുണ്ടല്ലോ. പക്ഷെ ബാബ പറയുന്നത് പക്ഷെ കത്തിക്കുന്നില്ല, കൊല്ലുന്നുണ്ട് കത്തിക്കുന്നില്ല. ആ കത്തിക്കാത്തത് കൊണ്ട് ബാബ പറയുന്നത് അബോധാവസ്ഥയിലല്ല ആകുന്നത്. അപ്പോൾ ഇടയിലിടയിൽ അത് തലപൊക്കി വരും, എണീറ്റ് വരുമെന്ന് ബാബ പറയാം. इसके लिए पुराने संस्कार का संस्कार करने के लिए इस नए वर्ष में योग अग्नि से जलाने का दृढ़ संकल्प का अटेंशन रखो. അപ്പോൾ ബാബ പറയുന്നത് അതുകൊണ്ട് ബാബ പറയാണ് ഈ പഴയ സംസ്കാരത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പുതിയ വർഷത്തിൽ നിങ്ങൾ യോഗ അഗ്നിയിലൂടെ അതിനെ കത്തിക്കുന്നതിനുള്ള ദൃഢസങ്കല്പമാകുന്ന അറ്റൻഷൻ വെക്കൂ. അതായത് യോഗ അഗ്നിയിലൂടെ ഞാൻ എൻ്റെ പഴയ സ്വഭാവ സംസ്കാരത്തെ കത്തിച്ചു കളയും എന്നുള്ള ആ ദൃഢസങ്കല്പത്തിൻ്റെ അറ്റൻഷൻ വെക്കാനാണ് ബാബ പറയുന്നത്. പൂച്ചത്തെ ഹേന ഇസ് നയേ വർഷമേം ക്യാ കർണാ ഹേ? ബാബ പറയാം, നിങ്ങൾ ചോദിച്ചിരുന്നില്ലേ ഈ പുതിയ വർഷത്തിൽ എന്താണ് ചെയ്യുക ബാബ എന്ന് കുട്ടികൾ ചോദിച്ചിരുന്നു. സേവാ കി തോ ബാത്ത് അലഗ് ഹേ, ലേക്കിൻ पहले स्वयं की बात है. योग लगाते ही बाप दादा बच्चों को योग में अभ्यास करते हुए देखते हैं. ബാബ പറയാണ് സേവനത്തിന്റെ കാര്യം അത് വേറെ കാര്യമാണ്, പക്ഷെ ബാബ പറയാണ് ആദ്യം സ്വയത്തിന്റെ കാര്യം, അല്ലെ? സ്വയത്തിലുള്ള ആ പരിവർത്തനം കൊണ്ടുവരണല്ലോ ആദ്യം. അതാ ബാബ പറയുന്നത് ആദ്യം സ്വയത്തിന്റെ കാര്യം. അതായത് നിങ്ങൾ യോഗം ചെയ്യുന്നുണ്ട്. ബാബ്ദാദയാണെങ്കിലോ കുട്ടികളെ യോഗത്തിൽ ഇരിക്കാനുള്ള അഭ്യാസവും കാണുന്നുണ്ട് ബാബ. പക്ഷെ ബാബ പറയണ അമൃതവേള ബി ബഹുത് പുരുഷാർത്ഥ കർത്തേ ഹേ, ലേക്കിൻ യോഗ തപസ്യ തബ് കെ രൂപ മേ നഹി കർത്തേ ഹേ. ബാബ കാണുകയാണ്, അതായത് കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്, യോഗം ചെയ്യുന്നുണ്ട്, യോഗത്തിലിരിക്കുന്നതിനുള്ള അഭ്യാസം എല്ലാം ചെയ്യുന്നത് ബാബ കാണുന്നുണ്ട് കുട്ടികൾ ചെയ്യുന്നത്. പക്ഷെ ബാബ പറയാണ് അമൃതവേളയില് ഒരുപാട് പേര് നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്. പക്ഷെ ബാബ പറയാണ് യോഗ തപസ്യ എന്ന് പറയുന്നത് തപസ്യയുടെ രൂപത്തിൽ ചെയ്യുന്നില്ല എന്ന് ബാബ പറയാ. പ്യാർ സേ യാദ് ജരൂർ കർത്തേ ഹേ, रूह रिहान भी बहुत करते हैं, शक्ति भी लेने का अभ्यास करते हैं, लेकिन याद को इतना പവർഫുൾ नहीं बनाया है. ബാബ എന്താ കണ്ടത്? അതായത് കുട്ടികൾ അമൃതവേളയിൽ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്, അതായത് വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നുണ്ട്, പിന്നെ ആത്മീയ സംഭാഷണം വളരെയധികം ചെയ്യുന്നുണ്ട്,
ശക്തിയും എടുക്കുന്നതിനുള്ള അഭ്യാസം ചെയ്യുന്നുണ്ട് അല്ലെ. ബാബയെ ഓർമ്മിച്ച് ബാബയിൽ നിന്നും ശക്തി എടുക്കുന്നതിനുള്ള അഭ്യാസവും കുട്ടികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ബാബ എന്താ പറയുന്നത്, അതായത് ഓർമ്മയിലിരിക്കില്ലേ, അത് ഇത്രയും പവർഫുൾ ആയിട്ട് മാറുന്നില്ല എന്ന് ബാബ പറയാം. അത്രയ്ക്കും പവർഫുൾ. യോഗ അഗ്നിയിലൂടെയാണല്ലോ കത്തിക്കാൻ പറയുന്നത്. അപ്പം ആ യോഗം എത്രമാത്രം പവർഫുൾ ആയിരിക്കണം. അപ്പം അത്രയ്ക്ക് ഒരു പവർഫുൾ, അതായത് അത്രയും ഒരു ശക്തിശാലി യോഗം ബാബ പറയാ കുട്ടികൾ ചെയ്യുന്നില്ല എന്ന് പറയാ. ജോ ജോ സങ്കൽപ്പ് കരോ വിദായി തോ വിദായി ഹോ ജായേ. ബാബ പറയാണ്, ഏതൊക്കെ കാര്യങ്ങൾക്കാണോ വിട പറയേണ്ടത് അതിനുള്ള സങ്കല്പം നിങ്ങൾ ചെയ്യൂ, അപ്പം അത് തീർച്ചയായിട്ടും വിട പറയുമെന്ന് ബാബ പറയാ. योग को योग अग्नि के रूप में कार्य में नहीं लगाते, इसलिए योग को പവർഫുൾ बनावो. ബാബ പറയാണ്, നിങ്ങളെ യോഗം എന്ന് പറയുന്നത് യോഗ അഗ്നിയുടെ രൂപത്തിൽ നിങ്ങൾ ചെയ്തത് കാര്യത്തിൽ ഉപയോഗിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, യോഗത്തിനെ നിങ്ങൾ പവർഫുൾ ആക്കി മാറ്റണം. വെറുതെ യോഗം ചെയ്താൽ പോരാ, ആ യോഗം നല്ല പവർഫുൾ ആകുമ്പോഴാണ് അത് യോഗം എന്ന് പറയുന്നത് യോഗ അഗ്നിയുടെ രൂപത്തിലായിട്ട് വരിക. അപ്പോഴാണ് നമ്മുടെ പഴയ സ്വഭാവ സംസ്കാരങ്ങൾ അതിലൂടെ കത്തിക്കാൻ സാധിക്കാന്ന് ബാബ പറയാം. ഏകാഗ്രത की ശക്തി വിശേഷ സംസ്കാർ ഭസ്മ करने में आवश्यक है. ബാബ പറയാണ്, ഏകാഗ്രതയുടെ ശക്തി വിശേഷമായിട്ടും ഈ പഴയ സംസ്കാരങ്ങളെ ഭസ്മമാക്കുന്നതിന് അത്യാവശ്യമാണ്. അപ്പോൾ പഴയ സംസ്കാരങ്ങളെ ഭസ്മമാക്കുന്നതിന് വിശേഷിച്ചിട്ടും ഏത് വേണം, ഏകാഗ്രതയുടെ ശക്തി വേണമെന്ന് ബാബ പറയാം. ജിസ് സ്വരൂപ് में एकाग्र होने चाहो, जितना समय एकाग्र होने चाहो, ऐसी एकाग्रता संकल्प किया और भस्म. ബാബ പറയുന്നത്, ഏത് രൂപത്തിൽ നിങ്ങൾ ഏകാഗ്രമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ, എത്ര സമയം നിങ്ങൾ ഏകാഗ്രമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെയുള്ള ഏകാഗ്രത വേണം. അതായത് സങ്കല്പം ചെയ്തു ഭസ്മമായി. അത്രയ്ക്കും ഏകാഗ്രത ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാ. ഇസ്കോ കഹാ ജാതാ ഹേ യോഗാഗ്നി. ഇതിനെയാണ് യോഗാഗ്നി എന്ന് പറയാ. അതായത് ഏത് രൂപത്തിൽ ഏകാഗ്രമായിട്ടിരിക്കുന്നുവോ, എത്ര സമയം ഏകാഗ്രമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലുള്ള ഏകാഗ്രത വേണം. അതായത് സങ്കല്പം ചെയ്തു ഭസ്മമാക്കി. അപ്പൊ അത്രയ്ക്കും പവർഫുൾ ആയിരിക്കണം എന്ന് ബാബ പറയാ. ഇതിനെയാണ് പറയുന്നത് യോഗാഗ്നി. നാം നിശാൻ സമാപ്ത് മാർനെ മേം ഫിർ ബി ലാഷ് തോ രഹ്താ ഹേ നാ. ബാബ പറയാണ്, അപ്പൊ ഈ യോഗാഗ്നിയിലൂടെ എന്താകും, പേരോ അടയാളെല്ലാം സമാപ്തമാകും. ബാബ പറയുന്നത്, ഇപ്പൊ ഒരാളെ വധിക്കുന്നിരിക്കട്ടെ, അപ്പൊ ബാബ പറയുന്നത് അതിന്റെ ജഡം അവിടെ അവശേഷിക്കുമല്ലോ. ഭസ്മ ഹോനേക്കെ ബാദ് നാം നിശാൻ കഥം. പക്ഷെ കത്തിച്ചു കളഞ്ഞാലോ, ഭസ്മമായി പോയി, പിന്നെ പേരോ അടയാളമോ ഒന്നും തന്നെ ബാക്കി ഉണ്ടായിരിക്കില്ല. तो इस वर्ष योग को പവർഫുൾ സ്റ്റേജ് മേ ലാവോ. ബാബ പറയാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ വർഷം എന്താ ചെയ്യാൻ ബാബ പറഞ്ഞത്, നിങ്ങൾ യോഗം, അതായത് ബാബയെ ഓർമ്മിക്കാനിരിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ നല്ല പവർഫുൾ സ്റ്റേജിലേക്ക് കൊണ്ടുവരൂ. ആ യോഗത്തിനെ, ആ ഓർമ്മയെ നല്ല പവർഫുൾ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറയാം. പവർഫുൾ ആകുമ്പോഴാണ് യോഗം യോഗ അഗ്നിയായിട്ട് മാറാം. അതിലൂടെ കത്തിക്കാൻ പറ്റുള്ളൂ. കത്തിക്കുമ്പോഴേ പേരോ അടയാളമോ ഒന്നും ബാക്കി ഉണ്ടാവില്ല, ഭസ്മമായിട്ട് പോകുമല്ലോ. അതാണ് ബാബ മനസ്സിലാക്കി തരാ കുട്ടികൾക്ക്. ജിസ് സ്വരൂപമേം രഹനെ ചാഹോ മാസ്റ്റർ സർവശക്തിവാൻ ഓർഡർ കരോ സമാപ്ത് കർണേ കി ശക്തി അപ്പനെ ഓർഡർ സെ നഹി മാനെ യഹോ നഹി സക്ത. ബാബ പറയാണ്, ഏത് രൂപത്തിൽ നിങ്ങൾ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുവോ, അതായത് മാസ്റ്റർ ശക്തിവാൻ, മാസ്റ്റർ സർവശക്തിവാൻ ഓർഡർ ചെയ്യൂ. ഏത് രൂപത്തിലാണോ നിങ്ങൾക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളത് ഓർഡർ ചെയ്യൂ. സമാപ്ത് കർണേക്ക് ശക്തി ആപ്കെ ഓർഡർ സെ നഹി മാനെ. അതായത് സമാപ്തമാക്കുന്നതിനുള്ള ശക്തി നിങ്ങളുടെ ഓർഡർ അനുസരിക്കുന്നില്ല. ഇത് സാധ്യമല്ല എന്ന് ബാബ പറയാം. മാലിക് ഹോ, കാരണം നിങ്ങൾ അധികാരികളല്ലേ. മാസ്റ്റർ കഹലാത്തെ ഹോന, നിങ്ങളെ മാസ്റ്റർ എന്നല്ലേ പറയുന്നത്. तो मास्टर ऑर्डर करे और शक्ति हाजिर नहीं हो तो क्या वह मास्टर है.
ബാബ ചോദിക്കാണ്, അഥവാ നിങ്ങൾ മാസ്റ്റർ ഓർഡർ ചെയ്തു, പക്ഷേ ശക്തി സമയത്ത് വന്നില്ല, അങ്ങനെയാണെങ്കിൽ എന്താ നിങ്ങളെ മാസ്റ്റർ എന്ന് പറയോ എന്ന് ബാബ ചോദിക്കാം. तो बाप दादा ने देखा कि पुराने संस्कार का कुछ ना कुछ अंश अभी भी रहा हुआ है और वह अंश बीच बीच में वंश भी पैदा कर देता है जो कर्म तक भी काम हो जाता है. ബാബ പറയാണ്, അതായത് കുട്ടികളിൽ ബാബ എന്താ കണ്ടത്? പഴയ സംസ്കാരത്തിൻ്റെ കുറച്ച് അംശം ഓരോ കുട്ടികളിലും ബാബ കാണാണ്, ഇപ്പോഴും ഉണ്ടെന്ന് പറയാം. പഴയ സ്വഭാവ സംസ്കാരത്തിൻ്റെ കുറച്ച് അംശങ്ങൾ അവിടെ ഇവിടെ കാണുന്നുണ്ട് കുട്ടികളിൽ. ബാബ പറയാം എപ്പോഴും കാണുന്നുണ്ടെന്ന് പറയാം. ആ അംശം ഇടയ്ക്കിടയ്ക്ക് എന്തായി മാറും? വംശമായിട്ട് മാറുന്നു ബാബ പറയാം. വംശമായിട്ട് വരും. അത് ബാബ പറയുന്നത് അത് ജോ കർമ്മ തക് ബി കാം ഹോ ജാത്ത ഹെ, കർമ്മത്തിലേക്ക് വരെ അത് കാര്യത്തിൽ വരുന്നു ബാബ പറയാ. കാരണം ചെറിയൊരംശമായിരിക്കും ഉണ്ടാകുക, അത് പിന്നീട് എന്തായി മാറും? വംശം, അതായത് ചിന്തയിൽ വന്ന് വാക്കിൽ വന്ന് കർമ്മത്തിൽ വരെ എത്തണ രീതിയിലായി മാറും, വംശമായിട്ട് മാറുമെന്ന് പറയുമല്ലോ ബാബ. അപ്പൊ സ്വഭാവ സംസ്കാരം ചെറുതേ ഉണ്ടാകുള്ളൂ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അതെന്തായി മാറും? വംശമായിട്ട് മാറുന്ന ബാബ പറയാം. യുദ്ധ കർണീപ്പെടുത്തി ഹേ, അപ്പൊ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? യുദ്ധം ചെയ്യേണ്ടി വരും. യുദ്ധം ചെയ്യാന്ന് പറയുന്നത് ആ പഴയ സ്വഭാവ സംസ്കാരത്തിനെ മാറ്റാനായിട്ട് അത്രയും കഷ്ടപ്പെടേണ്ടി വരും. तो बाप दादा को बच्चों का समय प्रमाण युद्ध का स्वरूप बाता नहीं है. ബാബ പറയാണ്, പക്ഷെ ബാബ് ദാദയ്ക്ക് എങ്ങനെയാണ് കുട്ടികളുടെ ചില സമയത്തെ ഈ യുദ്ധത്തിന്റെ സ്വരൂപമൊക്കെ ഉണ്ടല്ലോ, അത് കാണാൻ ബാബ ആഗ്രഹിക്കുന്നില്ല അല്ലെ. ബാബയ്ക്ക് ഇപ്പോഴും കുട്ടികൾ പരിശ്രമിക്കുന്നത് കാണാൻ ആഗ്രഹിക്കില്ല, കുട്ടികൾ കരയുന്നത് കാണാനോ കുട്ടികൾ വിഷമിക്കുന്നത് കാണാനോ ഒന്നും ബാബ് ദാദ ഒരിക്കലും ആഗ്രഹിക്കില്ല. ബാബ് ദാദ ഹർ ബച്ചേ കോ മാലിക് കെ രൂപ മേം ദേഖനെ ചാഹത്താ ഹെ. അതായത് ബാബ് ദാദ എല്ലാ കുട്ടികളെയും എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? അധികാരി കുട്ടികളുടെ രൂപത്തിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഓർഡർ കരോ ജി ഹജൂർ, അതായത് ഓർഡർ ചെയ്തു ഹാജർ, അങ്ങനെ അത് അധികാരിയാണ്. അതായത് നമ്മൾ എന്ത് ഓർഡർ ചെയ്തോ അപ്പം അവിടെ ഹാജർ, ഏത് ശക്തിയാണോ ഓർഡർ ചെയ്തത് അപ്പം ആ ശക്തി ഹാജർ, അങ്ങനെയാണ്. അല്ലാതെ ഓർഡർ ചെയ്തു സമയത്തിന് വന്നില്ല അപ്പം എന്താണ്? അധികാരിയാണോ? അല്ലല്ലോ. അതാണ് ബാബ പറയുന്നത്. ബാബ കുട്ടികളെ കാണാൻ ആഗ്രഹിക്കുന്നത് അധികാരി രൂപത്തിലാണ്. തോ സുന ഇസ് വർഷ സോക്കെ പ്രതി ക്യാ കർണ ഹെ. ഇപ്പൊ ബാബ പറയും, ഇപ്പൊ കേട്ടില്ലേ നിങ്ങൾ, ഈ വർഷം സ്വയത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? ശക്തിശാലി ബേഫിക്കർ ബാദഷാ ക്യൂംകി സബി കാ ലക്ഷ്യ ഹെ, കിസി സെ ബി പൂछो तो क्या कहते हैं, हम विश्व का राज्य प्राप्त करेंगे, രാജ്യ അധികാരി ബനേങ്കെ. ബാബ പറയാണ്, നിങ്ങൾക്ക് അതായത് ഈ ഒരു വർഷം സ്വയത്തെ പ്രതി നമ്മൾ ചെയ്യേണ്ടത് എന്താ ബാബ പറഞ്ഞത്? ശക്തിശാലിയും നിശ്ചിന്ത ചക്രവർത്തിയും. എന്തുകൊണ്ടാ ബാബ പറഞ്ഞത്? അതായത് എല്ലാവർക്കും ലക്ഷ്യമുണ്ട്. ഇപ്പൊ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഞങ്ങൾ വിശ്വത്തിന്റെ രാജ്യപദവി പ്രാപ്തമാക്കും, രാജ്യ അധികാരിയായി മാറും, അങ്ങനെയല്ല പറയാ. അപ്പനേക്കോ രാജയോഗി കഹലാത്തേ ഹേ, സ്വയത്തെ എന്താ പറയാ? രാജയോഗി എന്നല്ലേ പറയാ. പ്രജായോഗി ഹേ ക്യാ, എന്താ നിങ്ങൾ പ്രജായോഗികളാണോ? കോയി ഹേ സാരി സഭമേം ജോ പ്രജായോഗി ഹോ. ബാബ ചോദിക്കുക, ആരെങ്കിലും ഉണ്ടോ ഈ സഭയില് പ്രജായോഗി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ജോ പ്രജായോഗി ഹോ രാജയോഗി നെഹി ഹോ, അതായത് ആരാണോ പ്രജായോഗി ആയിട്ടുള്ളത് രാജയോഗി അല്ലാത്തത്, അങ്ങനെ ആരെങ്കിലും ഈ സഭയിലുണ്ടോ എന്ന് ബാബ ചോദിക്കാം. ടീച്ചേഴ്സ് കോയി ഹേ, ടീച്ചേഴ്സിനോട് ചോദിക്കുക ബാബ, ആരെങ്കിലും ഉണ്ടോ? ആപ്കെ സെന്റർ പർ കോയി പ്രജായോഗി ഹേ, അതായത് ബാബ ചോദിക്കുക താങ്കളുടെ, അതായത് ഓരോ ടീച്ചേഴ്സിനോടും ചോദിക്കുക ബാബ, നിങ്ങളുടെ സെന്ററിൽ ആരെങ്കിലും പ്രജായോഗികളായിട്ടുള്ളവരുണ്ടോ? കഹലാത്തേ തോ സബ് രാജയോഗി ഹേ, അതായത് എല്ലാവരും എന്താ പറയാ? രാജയോഗി എന്നാണ് പറയാ. പ്രജായോഗി മേം ഹാത്ത് കോയി നെഹി ഉടാത്ത, പ്രജായോഗി ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാൽ ആരും കൈ ഉയർത്തില്ല.
അച്ഛാ നെഹി ലഗ്താ ഹേന അല്ലെ, ഇത് ബാബ പറയണത് അച്ഛാ നെഹി ലഗ്താ ഹേന, നല്ലതായിട്ട് തോന്നില്ലല്ലോ. പ്രജായാഗ എന്ന് പറയുമ്പോൾ ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ലല്ലോ, അതത്ര നല്ലതായി തോന്നില്ല. എല്ലാവർക്കും രാജാവാകാനാണല്ലോ ഇഷ്ടം. ഓർ ബാപ്പ് കോബി ഫക്കൂർ ഹേ, അതായത് ബാബയ്ക്കും അഭിമാനമാണ്. ബാപ് ദാദാ ഫക്കൂർ സേ കഹത്തെ ഹേ കി സംഗം പർ ഭി ഹർ ബച്ച രാജാ ബച്ച ഹേ. ബാബയും വളരെ അഭിമാനത്തോട് കൂടിയിട്ട് എന്താ പറയാ, അതായത് സംഗമത്തിൽ കൂടിയും എൻ്റെ എല്ലാ കുട്ടികളും രാജാ കുട്ടികളാണ്, അങ്ങനെയാ ബാബ പറയാ. കോയി ബാപ്പ് ഏസെ ഫലക് സേ നെഹി കർ സക്താ കി മേരാ ഏക് ബച്ച രാജാ ഹേ. ബാബ പറയുന്നത് ഒരച്ഛനും ഇതുപോലെ ഉറപ്പോടുകൂടി പറയാൻ സാധിക്കില്ല, അതായത് എൻ്റെ ഓരോ കുട്ടിയും രാജാ കുട്ടിയാണ് എന്ന് ഒരച്ഛനും ഉറപ്പോടുകൂടി പറയാൻ കഴിയില്ല എന്ന് ബാബ പറയാ. ലേക്കിൻ ബാപ് ദാദാ കഹത്തെ ഹേ കി ഹർ ഏക് ബച്ച സ്വരാജ്യ അധികാരി രാജാ ഹേ. ബാബ പറയാണ്, പക്ഷെ ബാപ് ദാദ പറയും, അതായത് എന്താ പറയാ, എൻ്റെ ഓരോ കുട്ടികളും സ്വരാജ്യ അധികാരി രാജാ കുട്ടികളാണ് എന്ന് ബാബ പറയും. പ്രജായോഗി മേന്തോ ഹാത്ത് നെഹി ഉടായാന, പ്രജായോഗി എന്ന് പറഞ്ഞപ്പോൾ ആരും കൈ ഉയർത്തിയില്ലല്ലോ. തോ രാജാ ഹോനോ, അങ്ങനെയാണെങ്കിൽ ആരാണ് രാജയാണ്. പ്രജയാണോ ചോദിച്ചപ്പോൾ ആരും കൈ ഉയർത്തിയില്ല. അപ്പൊ പ്രജയല്ലെങ്കിൽ പിന്നെ ആരാണ്, രാജയല്ലേ എന്ന് ബാബ പറയാം. ലേക്കിൻ ഏസാ ഡീലാ ഡാലാ രാജാ നെഹി ബന്നാ ജോ ഓർഡർ കരോ ഓർ ആവേ നെഹി. ബാബ പറയുന്നത്, അതായത് ഇങ്ങനെ വളരെ ശക്തിയില്ലാത്ത അങ്ങനെയുള്ള രാജാവൊന്നല്ല, അതായത് ഓർഡർ ചെയ്തു വന്നില്ല, അങ്ങനെയുള്ളപ്പോൾ ശക്തിശാലി രാജാവൊന്നായിരിക്കില്ലല്ലോ, ഒരു അങ്ങനത്തെ രാജാവല്ല എന്ന് ബാബ പറയാ. കംസോർ രാജ നെഹി ബന്ന, അതായത് ദുർബലനായ രാജാവൊന്നായിട്ട് നിങ്ങൾ മാറരുത്. പീച്ചേവാലെ കോൻ ഹോ, പിന്നിലുള്ളവരോട് ബാബ ചോദിക്കുക, നിങ്ങൾ ആരാണ്? ജോ സമജ്തേ ഹേ രാജയോഗി ഹേ വഹ് ഹാത്തുടാവോ. ബാബ പറയാണ്, ആരാണോ മനസ്സിലാക്കുന്നത് ഞങ്ങൾ രാജയോഗികളാണ്, അങ്ങനെയുള്ളവരെ കൈ ഉയർത്തു എന്ന് ബാബ പറയാം. ഊപ്പർ ബി ബൈട്ടേ ഹേ, അതായത് ഗാലറിയിലും കുറച്ച് കുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരും കൈ വീശുന്നുണ്ടായിരുന്നു, ബാബയ്ക്ക് നേരെ അവർ കൈ വീശുന്നുണ്ടായിരുന്നു. ആജ് ഹോൾമേം 18,000 ബായി ബഹനേം ബൈട്ടേ ഹേ. അപ്പൊ അന്ന് ആ ദിവസം ബാബ വന്നപ്പോ 18,000 അതായത് സഹോദരന്മാർ അതിലിരിക്കുന്നുണ്ടായിരുന്നു ഹാളില്. ബാബ് ദാദാ ദേഖ് രഹേ ഹേ ഹാത്ത് ഉടാവോ ഊപ്പർ വാലേ. എന്നിട്ട് ബാബ മുകളിലിരിക്കുന്നവരോടും അത് ഗാലറിയിലും ഇരിക്കുന്നുണ്ട്, അവരോടും ബാബ നോക്കിയിട്ട് പറയാണ്, കൈ ഉയർത്തു. തോ അബി യഹ് ലാസ്റ്റ് ടേൺ മേ ശുരു ഹോ ജായേഗ. അപ്പൊ ബാബ പറയാണ്, ഇപ്പോ നമുക്ക് ഈ ലാസ്റ്റ് ടേണിൽ നിന്നും തുടങ്ങാന്ന് ബാബ പറയാം. तो 3 മാസ് ബാബ് ദാദ ദേത്തേ ഹേ ടീക്ക് ഹേ ദേവേ. ബാബ പറയാണ്, ഇപ്പൊ ബാബ് ദാദ 3 മാസം നിങ്ങൾക്ക് സമയം തരാം, തരട്ടെ, ശരി തരട്ടെ എന്ന് ബാബ ചോദിക്കാം. ഹോംവർക്ക് ദേങ്കെ ക്യൂംകി യഹ് ബീച്ച് ബീച്ച് കാ ഹോംവർക്ക് ബി ലാസ്റ്റ് പേപ്പർ മേം ജമാ ഹോഗ. ബാബ പറയാ, ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരാം, എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ഇടയിൽ ചെയ്യുന്ന ഈ ഹോംവർക്ക് ഉണ്ടല്ലോ, ലാസ്റ്റ് പേപ്പറിൽ നിങ്ങൾക്ക് ശേഖരണമാകും എന്ന് ബാബ പറയാം. तो 3 मास में हर एक अपना चार्ट चेक करना कि मैं मास्टर सर्वशक्तिवान होकर किसी भी कर्मेंद्रिय को किसी भी शक्ति को जब ऑर्डर करे, जो ऑर्डर करे वह प्रैक्टिकल में ऑर्डर माना या नहीं माना. ബാബ പറയാണ്, ഈ 3 മാസത്തില് ബാബ ഓരോ കുട്ടികളോടും എല്ലാവരോടും ചെക്ക് ചെയ്യാൻ പറയാണ്. സ്വയത്തെ ചെക്ക് ചെയ്യണം നിങ്ങൾ, അതായത് നിങ്ങൾ സ്വയം ഞാൻ സർവശക്തിവാനായി മാറി ഏതൊക്കെ കർമ്മേന്ദ്രിയം അല്ലെങ്കിൽ ഏതൊക്കെ ശക്തികളെ എപ്പോഴെല്ലാം ഓർഡർ ചെയ്തോ അപ്പോഴെല്ലാം ആ ഓർഡർ എല്ലാം പ്രാക്ടിക്കലിൽ ഓർഡർ അവരനുസരിച്ചോ അതോ ഇല്ലയോ. കർമ്മേന്ദ്രിയങ്ങൾക്കും ഓർഡർ കൊടുക്കുമല്ലോ, അതായത് ശക്തി ഇന്ന ശക്തി വരണമെന്നുള്ള ഓർഡർ കൊടുക്കുമ്പോൾ അത് പ്രാക്ടിക്കലിൽ അത്
ഓർഡർ അനുസരിച്ചോ അതോ ഇല്ലയോ, അത് ചെക്ക് ചെയ്യാൻ ബാബ പറയാ. ഹർ കർ സക്തേ ഹോ, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയോ എന്ന് ബാബ ചോദിക്കാം. പഹലി ലൈൻ വാലേ കർ സക്തേ ഹോ, ബാബ ഫസ്റ്റ് ലൈനിലിരിക്കുന്ന കുട്ടികളോട് ബാബ ചോദിക്കാണ്, ചെയ്യാൻ കഴിയോ? ഹാത്തുടാവോ, കൈ ഉയർത്താൻ ബാബ പറയാം. അച്ഛാ ശരി. 3 മാസ് കോയി ബി പുരാന സംസ്കാർ വാർ നഹി കരേ. ബാബ പറയാണ് 3 മാസത്തേക്ക് ഒരു പഴയ സംസ്കാരത്തിനോട് നിങ്ങൾ യുദ്ധം ചെയ്യരുതെന്ന് ബാബ പറയാം. അൽബേലെ നഹി ബന്ന, റോയൽ അൽബേല പൻ നഹി ലാന, ഹോ ജായേഗ. ബാബ പറയുന്നത് നിങ്ങൾ ഒരിക്കലും അശ്രദ്ധരായിട്ട് മാറരുത്. അതായത് നല്ല റോയലായിട്ടുള്ള അശ്രദ്ധയുണ്ടല്ലോ, അതും കൊണ്ടുവരരുതെന്ന് ബാബ പറയാം. बाप दादा से बहुत मीठी मीठी बातें करते हैं बाबा आप फिक्र नहीं करो हो जाऊंगा. അതായത് ബാബ പറയാണ്, ബാബ്ദാദയുടെ അടുത്തും ചില കുട്ടികൾ വളരെ മധുരമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയും. അതായത് ഇങ്ങനെ പറയും, ബാബ താങ്കൾ ചിന്തിക്കൊന്നും വേണ്ടതിനെ കുറിച്ച്, അതായത് അതെന്തായാലും ആകും, തീർച്ചയായിട്ടും ആകും. അങ്ങനെയൊക്കെ ബാബ്ദാദയെയും വളരെ മധുരമായിട്ട് ബാബ്ദാദയോടും കുട്ടികൾ ഇങ്ങനെ സംസാരിക്കുന്നു പറയാ. ബാബ്ദാദ ക്യാ കരേഗ, അപ്പൊ ബാബ്ദാദ എന്താണ് ചെയ്യുക അത് കേൾക്കുമ്പോ? കാരണം കുട്ടികൾ വളരെ മധുരമായിട്ടാണല്ലോ ബാബയുടെ അടുത്ത് പറയുന്നത്. ബാബ അങ്ങ് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ആവശ്യവുമില്ല, അതെന്തായാലും ആയിത്തീരും എന്നൊക്കെ പറഞ്ഞ് ബാബയുടെ അടുത്ത് പറയുമ്പോ ബാബ്ദാദ എന്താ ചെയ്യാ? സുൻകർ മുസ്കുരാ ദേത്താ ഹെ, ഇത് കേട്ടിട്ട് ബാബ പുഞ്ചിരിക്കുന്നു പറയാം. ലേക്കിൻ ബാബ് ദാദാ इन 3 मास में अगर ऐसी बात की तो मानेगा नहीं, मंसूर है तो हाथ उड़ावो. ബാബ പറയാണ്, പക്ഷേ ബാബ് ദാദ ഈ 3 മാസത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും, അതായത് ബാബ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബാബ അംഗീകരിക്കില്ല എന്ന് ബാബ പറയാം. അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ കൈ ഉയർത്തോ. ദിൽ സേ ഹാത്തുടാന, അതായത് നിങ്ങൾ ഹൃദയം കൊണ്ട് വേണം കൈ ഉയർത്താൻ. സഭാക്കെ കാരൻ ഹാത്ത് നെഹി ഉടാന, ഇപ്പൊ എല്ലാവരും സഭയിൽ ഉയർത്തി അതുകൊണ്ട് കൈ ഉയർത്താ, അങ്ങനെ പാടില്ല എന്ന് ബാബ പറയാ. കർണാ ഹി ഹേ ചാഹേ കുച്ച് ബി സഹൻ കർണാ പടേ കുച്ച് ചോടനാ പടേ കോയി ഹർജ് നെഹി കർണാ ഹി ഹേ. ബാബ പറയാണ്, അതായത് കുട്ടികള് ആകും ആയിത്തീരും എന്നൊക്കെ പറയുമ്പോ ബാബ പറയാ, 3 മാസത്തേക്ക് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അംഗീകരിക്കില്ല. ബാബ എന്താ പറയുന്നത്? ചെയ്യുക തന്നെ വേണം, അതാണ് ബാബ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ടും വരും. പക്ഷെ ബാബ പറയുന്നത് എന്ത് തന്നെ വന്നാലും ചെയ്യുക തന്നെ വേണം. പക്ക പക്ക പക്ക. ബാബ പിന്നെയും ചോദിക്കുക, ഉറപ്പാണോ? ചെയ്യുക തന്നെ ചെയ്യില്ലേ നിങ്ങൾ, ഉറപ്പാണോ എന്ന് ബാബ ചോദിക്കുക. ടീച്ചേഴ്സ് കർണാഹേ, അതായത് ടീച്ചേഴ്സിനോട് ചോദിക്കുക, ചെയ്യേണ്ടതല്ലേ എന്ന് ടീച്ചേഴ്സിനോടും ബാബ ചോദിക്കുക. അച്ഛാ യഹ് താജ് വാലെ ബച്ചേ ക്യാ കരേങ്കെ. ബാബ ചോദിക്കുകയാണ്, ഈ കിരീടം ധരിച്ചിരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും? അപ്പൊ അവിടെ അന്ന് മധുബനിലെ ചോട്ടെ ബച്ചേ താജ് പഹൻകർ സാമനെ ബൈഠേ. കുറച്ച് ചെറിയ കുട്ടികൾ കിരീടമൊക്കെ ധരിച്ച് മുന്നിലിരിക്കുന്നുണ്ടായിരുന്നു. താജ് തോ അച്ഛാ പഹൻ ലിയാഹേ, അതായത് ബാബ ചോദിക്കുകയാണ്, കിരീടമെല്ലാം നിങ്ങൾ ശരിയായ രീതിയിൽ ധരിച്ചിട്ടുണ്ടല്ലോ. കർണാ പടേഗ, ചെയ്യുക തന്നെ വേണം. അച്ഛാ ദേഖ്ന ബച്ചേ ഹാത്ത് ഉടാ രഹേ ഹേ. കുട്ടികൾ കയ്യൊക്കെ ഉയർത്തിയിരിക്കുന്നു എന്ന് പറയാം. അഗർ നെഹി കരേങ്കെ തോ ക്യാ കരേ. ബാബ പറയണ, ഇനി അഥവാ കുട്ടികൾ ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെ ബാബ നമുക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? വഹ്ബി ബത്താദോ, അതും നിങ്ങൾ പറഞ്ഞു തരൂ എന്ന് ബാബ പറയാ. ഫിർ ബാബ് ദാദാ കി സീജൻ മേം ഏക് ബാർ ആനെ നെഹി ദേംഗെ ക്യോंकि ബാബ് ദാദാ ദേഖ് രഹേ ഹേ കി സമയ് ആപ്കാ ഇന്തസാർ കർ രഹാ ഹേ. അപ്പൊ ബാബ പറയാണ്, ഇനി കുട്ടികൾ ചെയ്യുന്നില്ലെങ്കിൽ ബാബ പറയാണ്, ബാബ്ദാദയുടെ സീസണിൽ ഒരു പ്രാവശ്യം പോലും വരാൻ അനുവദിക്കില്ല എന്ന് പറയാം.
എന്തുകൊണ്ടാ ബാബ്ദാദ പറയുന്നത്? ബാബ്ദാദ കാണുകയാണ്, സമയം നിങ്ങളെ കാത്തിരിക്കുകയാണ്. ആപ്പ് സമയ കാ ഇന്തസാർ കർണേ വാലേ നഹി ഹോ. അതായത് നിങ്ങൾ സമയത്തെ കാത്തിരിക്കുകയല്ല, അങ്ങനെയല്ല, സമയം നിങ്ങളെ കാത്തിരിക്കുകയാണ്. ആപ്പ് ഇന്തസാം കർണേ വാലേ ഹോ. ബാബ പറയുന്നത് നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തുന്ന കുട്ടികളാണ്. സമയ് ആപ്പ് കാ ഇന്തസാർ കർ രഹാ ഹെ. സമയം നിങ്ങളെയാണ് കാത്തിരിക്കുന്നത്. പ്രകൃതി ബി സദോ പ്രധാൻ പ്രകൃതി ആപ്പ് കാ ആഹ്വാൻ കർ രഹി ഹെ. അതായത് പ്രകൃതിയും സദോപ്രധാന പ്രകൃതിയും നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. തോ 3 മാസ് മേം अपनी शक्तिशाली स्टेज में रहे हुए संस्कार को പരിവർത്തൻ കർണ. ബാബ പറയുന്നത് ഈ 3 മാസത്തിൽ നിങ്ങളുടെ ശക്തിശാലി സ്റ്റേജിലിരുന്ന് നിങ്ങൾ സംസ്കാരത്തെ പരിവർത്തനം ചെയ്യണം. അഗർ 3 മാസ് അറ്റൻഷൻ രഖാ നാ തോ ഉസ്കാ ആഗെ ഭി അഭ്യാസ് ഹോ ജായേഗ. ഇനി 3 മാസത്തിൽ നിങ്ങൾ ഇത്രയും ശ്രദ്ധ വെക്കുന്നില്ലെങ്കിൽ പിന്നീട് മുന്നോട്ട് പോകുമ്പോഴും ഈ അഭ്യാസം നിങ്ങൾ ചെയ്യണമെന്ന് ബാബ പറയാം. ഏക് ബാരി പരിവർത്തൻ കി വിധി ആ ഗയി നാ തോ ബഹുത് കാം മേം ആയേഗ. ഒരു പ്രാവശ്യം നിങ്ങളിലെ പരിവർത്തനത്തിന്റെ ആ ഒരു വിധി നിങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം കാര്യങ്ങൾ നടക്കുന്ന ബാബ പറയാം. വളരെയധികം കാര്യത്തിൽ അത് വരുന്ന ബാബ പറയാം. സമയ കാ ആപ്പ് ഇന്തസാർ നഹി കരോ കബ് വിനാശ് ഹോഗ സബ് രൂഹ് റിഹാൻ മേ പൂച്ച്തേ ഹെ. ബാബ പറയുന്നത് സമയത്തെ നിങ്ങൾ ഒരിക്കലും അതായത് സമയത്തെ നിങ്ങൾ കാത്തിരിക്കരുത്. അതായത് എപ്പോൾ വിനാശം വരും എല്ലാവരും ആത്മീയ സംഭാഷണത്തിലൂടെയൊക്കെ ബാബയോട് ചോദിക്കുന്നുണ്ടെന്ന് പറയാ ബാബ. ബാഹർ സെ നഹി ബോൾത്തെ ലേക്കിൻ അന്തർ ബാത്ത് കർത്തേ ഹേ പതാ നഹി കബ് വിനാശ് ഹോഗ. ബാബ പറയുന്നത് അവർ പുറത്തേക്കൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ അവരുടെ ഉള്ളില് ഈ ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നുണ്ട്, എപ്പോ വിനാശം ഉണ്ടാകും? 2 സാൽ മേ ഹോഗ, 10 സാൽ മേ ഹോഗ, കിത്തന സാൽ മേ ഹോഗ. അതായത് 2 വർഷത്തിനുള്ളിൽ ഉണ്ടാകോ അതോ 10 വർഷത്തിനുള്ളിലാണോ? എത്ര വർഷത്തിനുള്ളിലാണ് വിനാശം ഉണ്ടാകുക? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ എല്ലാ കുട്ടികളുടെയും മനസ്സിലുണ്ടെന്ന് ബാബ പറയാം. അവര് പുറത്തേക്ക് പറയുന്നില്ല എന്നേ ഉള്ളൂ. ആപ്പ് ക്യോം സമയ കാ ഇന്തസാർ കരോ, സമയ് ആപ്പ് കാ ഇന്തസാർ കർ രഹാ ഹെ. ബാബ പറയാണ്, നിങ്ങൾ എന്തിനാണ് ഈ സമയത്തെ, അതായത് എപ്പോൾ വിനാശം വരും എന്ന് പറയുമ്പോൾ നമ്മൾ സമയത്തെ കാത്തിരിക്കുകയാണല്ലോ. ബാബ പറയുന്നത് നിങ്ങൾ എന്തിനാണ് സമയത്തെ കാത്തിരിക്കുന്നത്? സമയം നിങ്ങളെയാണ് കാത്തിരിക്കുന്നത്. ബാപ്പ് സെ പൂച്ച്തേ ഹേ താരിഖ് ബത്താ ദോ, തോടാസ വർഷ ബത്താ ദോ. അപ്പോൾ ബാബയോട് കുട്ടികൾ ചോദിക്കും, അതായത് തീയതി പറയൂ, അതായത് വർഷം, ഏത് വർഷം അങ്ങനെ പറയൂ. 10 വർഷം ലഗേഗ, 10 വർഷം എടുക്കോ? 20 വർഷം ലഗേഗ, 20 വർഷം എടുക്കോ? കിത്തന വർഷം ലഗേഗ, എത്ര വർഷം എടുക്കും വിനാശം വരാൻ? ബാപ് ദാദാ ബച്ചോം സെ പ്രശ്ന പൂച്ച്തേ ഹേ കി ആപ് സബ് ബാപ് സമാൻ ബൻ ഗയേ ഹോ. അപ്പൊ ബാബ ചോദിക്കുകയാണ്, കുട്ടികളുടെ അടുത്ത് ചോദിക്കുക, ബാബ നിങ്ങളെല്ലാവരും ബാബയ്ക്ക് സമാനമായിട്ട് മാറിയോ? പർദ കോലോ കി पर्दा खोलने तो कोई कंदी कर रहा है, कोई फेस को क्रीम लगा रहा है. अगर एवर रेडी हो, संस्कार समाप्त हो गए तो बाप दादा को पर्दा खोलने में क्या देरी लगेगी. ബാബ പറയാണ്, അതായത് ഈ കർട്ടൻ നീക്കാന്ന് പറയുമല്ലോ, കർട്ടൻ നീക്കുമ്പോൾ ബാബ പറയാണ്, ഇപ്പം ഞാൻ കർട്ടൻ നീക്കുന്ന സമയത്ത് ചിലവർ മുടി ചീകുന്നുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ബാബ പറയാം ചിലർ മുഖത്ത് ക്രീമൊക്കെ പരട്ടുകയായിരിക്കും. അപ്പോൾ ബാബ പറയണത് എവർ റെഡി ആണോ? അതായത് സംസ്കാരങ്ങളുടെ പരിവർത്തനം ചെയ്തിട്ട് ബാബ പറയാണ്, ഞാൻ ഈ പർദ്ദ ഈ കർട്ടൻ നീക്കാൻ എനിക്ക് എത്ര സമയം വേണ്ടി വരും അല്ലേ? അതായത് സംസ്കാരങ്ങളെല്ലാം നിങ്ങൾ സമാപ്തമാക്കി, പഴയ സ്വഭാവ സംസ്കാരങ്ങളെല്ലാം സമാപ്തമാക്കിയാൽ പിന്നെ ബാബ്ദാദയ്ക്ക് ഈ കർട്ടൻ നീക്കാൻ എത്ര സമയമെടുക്കുമെന്ന് ബാബ ചോദിക്കാം.
എവർ റെഡി തോ ഹോ ജാ ഓന. ബാബ പറയുന്നത് നിങ്ങൾ എവർ റെഡി ആയിട്ട് മാറോ. ഹോ ജായേങ്കെ കെ ബാപ്പ് കോ ബഹുത്ത് സമയ് കുഷ് കിയാ ഹെ. ആയിത്തീരും ബാബ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വളരെ കാലം നിങ്ങൾ ബാബയെ വളരെയധികം സന്തോഷിപ്പിച്ചു. അബി ഏസാ നഹി കർണ. ഇപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന് ബാബ പറയാ. ഹോനാ ഹി ഹേ കർണ ഹി ഹേ. ആവുക തന്നെ വേണം, ചെയ്യുക തന്നെ വേണം അല്ലെ. ആയിത്തീരും ബാബ, ആവാം ബാബ, അങ്ങനെയല്ല, ആവുക തന്നെ വേണം, ചെയ്യുക തന്നെ വേണം. ബാപ് സമാൻ ബന്ന ഹേ ഇസ്മേൻ തോ സബി ഹാത്ത് ഉടാ ദേത്തെ ഹേ. അതായത് ബാബയ്ക്ക് സമാനമായിട്ട് മാറണം. ഈ ഒരു കാര്യത്തിൽ എല്ലാവരും കൈ ഉയർത്തിയിട്ടുണ്ട്. ഉടാനേക്ക് സരൂരത് നഹി. ബാബ പറയണത് ഉയർത്തേണ്ട കാര്യമൊന്നുമില്ല. ബ്രഹ്മ ബാപ്പ് കോ ദേക്കോ. ബാബ പറയുന്നത് നിങ്ങൾ ബ്രഹ്മ ബാബയെ നോക്കൂ. സാഗാർ മേ തോ ബ്രഹ്മ ബാപ്പ് കോ ഫോളോ കർണ ഹേന. സാഗാരത്തിൽ നിങ്ങൾ ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്? ബ്രഹ്മ ബാബയെ. ബ്രഹ്മ ബാപ്പിനെ ത്യാഗ് തപസ്യ ഓർ സേവ लास्ट घड़ी तक സാകാർ രൂപമേ പ്രാക്ടിക്കൽ ദിക്കായ. അപ്പൊ ബാബ പറയാണ് ബ്രഹ്മ ബാബയെ നിങ്ങൾ നോക്കൂ. ബ്രഹ്മ ബാബ എന്താ ചെയ്തത്? ത്യാഗം, തപസ്യ, അതുപോലെ സേവനം. അതായത് ലാസ്റ്റ് നിമിഷം വരെ ബാബ സാകാര രൂപത്തിൽ അത് പ്രാക്ടിക്കലിൽ കൊണ്ടുവന്നു അല്ലേ. ത്യാഗം, തപസ്യ, സേവനം, ഈ 3 കാര്യത്തിലും ബ്രഹ്മ ബാബ അവസാന നിമിഷം വരെ അത് പ്രാക്ടിക്കലിൽ കൊണ്ടുവന്നിരുന്നു. അപ്പനി ഡ്യൂട്ടി ശിവബാബ ദ്വാര മഹാവാക്യ ഉച്ചാരൺ കി ഡ്യൂട്ടി ലാസ്റ്റ് ദിൻ തക് നിഭായി. അതായത് ശിവബാബയിലൂടെ വരുന്ന ആ മഹാവാക്യങ്ങളുടെ ഉച്ചരിക്കുക എന്നുള്ള ആ ഡ്യൂട്ടി ഉണ്ടല്ലോ, ലാസ്റ്റ് ദിൻ, അതായത് അവസാന ദിവസം വരെ അത് ബ്രഹ്മ ബാബ നിർവഹിച്ചു. ബ്രഹ്മബാബയുടെ ഡ്യൂട്ടി ആയിരുന്നല്ലോ അത്. ലാസ്റ്റ് മുരളി യാദ് ഹേന. നിങ്ങൾക്ക് ബ്രഹ്മബാബ ഉള്ളപ്പോൾ ആ സാകാര മുരളിയിലെ ലാസ്റ്റ് മുരളി നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് ബാബ ചോദിക്കാം. 3 ശബ്ദ കാ വരദാൻ യാദ് ഹേ. ആ 3 ശബ്ദത്തിന്റെ ആ വരദാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ബാബ ചോദിക്കാം. ഏതൊക്കെയത്? നിരാകാരി, നിർവികാരി ഓർ നിരഹങ്കാരി ബനോ. ജിസ്കോ യാദ് ഹേ വഹ് ഹാത്ത് ഉടാവോ. ആർക്കാണത് ഓർമ്മയുള്ളത്? അവര് കൈ ഉയർത്തോ. അച്ഛാ സബീകോ യാദ് ഹേ മുബാരക് ഹോ. ബാബ പറയാണ് ശരി, എല്ലാവർക്കും അത് ഓർമ്മയുണ്ട്, ആശംസകൾ. ത്യാഗ് ബി ലാസ്റ്റ് ദിൻ തക് കിയ. അതായത് അവസാന ദിവസം വരെ ബാബ ത്യാഗവും ചെയ്തു. ത്യാഗം, തപസ്യ, സേവനം ഇതെല്ലാം അവസാന നിമിഷം വരെ ബ്രഹ്മ ബാബ ചെയ്തു. अपना पुराना कमरा नहीं छोड़ा. बच्चों ने कितना प्यार से ब्रह्मा बाप को कहा, लेकिन बच्चों के लिए बनाया. അതായത് കുട്ടികൾ എത്ര പ്രാവശ്യം ബ്രഹ്മ ബാബയോട് പറഞ്ഞു, എന്നിട്ടും ബാബ ആ പഴയ ആ മുറി ഉപേക്ഷിച്ചില്ല എന്ന് പറയാം. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പുതിയതെല്ലാം ഉണ്ടാക്കിയത്. സ്വയം നെഹി യൂസ് കിയ. അതായത് സ്വയം ബാബ അതൊന്നും ഉപയോഗിച്ചില്ല. ഓർ സദാ 2:30 ബജെ ഉടുക്കർ സ്വയം പ്രതി തപസ്യ കി സംസ്കാർ ഭസ്മ കിയെ തബ് കർമാതീത് അവ്യക്ത് ബനെ. അതായത് ബാബ സദാ, അതായത് എല്ലാ ദിവസവും ബാബ 3-2:30 ആ സമയമാകുമ്പോൾ എഴുന്നേറ്റ് സ്വയത്തെ പ്രതി തപസ്യ ചെയ്തു. അതുപോലെ സംസ്കാരത്തെയെല്ലാം ഭസ്മമാക്കി. അപ്പോഴാണ് കർമാതീത അവ്യക്ത അവസ്ഥയിലേക്ക് ബാബ മാറിയത്. ഫരിസ്താബനെ, ഫരിസ്തയായിട്ട് മാറി. ജോ സോച്ച് വഹ് കർക്കെ ദിക്കായ. എന്താണോ ചിന്തിച്ചത് അത് ചെയ്തു കാണിച്ചു. കഹന, സോച്ചന ഓർ കർണ തീനോം സമാൻ. അതായത് ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും 3 സമാനമായിരുന്നു ബ്രഹ്മ ബാബയ്ക്ക്. ഫോളോ ഫാദർ. അങ്ങനെയുള്ള ബാബയെ ഫോളോ ചെയ്യൂ. लास्ट तक अपने कर्तव्य में पूर्ण रहे. पत्र भी लिखे, कितने पत्र लिखे, സേവാ ബി നെഹി ചോടി. ബാബ പറയുന്നത് അവസാനം വരെ തൻ്റെ കർത്തവ്യമെല്ലാം പൂർത്തീകരിച്ചു. കത്തുകളും എഴുതി. എത്രമാത്രം കത്തുകളാണ് എഴുതിയത്? സേവനവും ഒരിക്കലും ഉപേക്ഷിച്ചില്ല ബാബ അവസാന നിമിഷം വരെ.
അപ്പം അങ്ങനെയുള്ള ആ ബാബയെ ഫോളോ ചെയ്യാനാണ് പറയുന്നത്. അഖണ്ഡ മഹാദാനി, മഹാദാനി നഹി അഖണ്ഡ മഹാദാനി കാ പ്രാക്ടിക്കൽ രൂപ ദിഖായ. അതായത് അഖണ്ഡ മഹാദാനിയായിരുന്നു, വെറും ഒരു മഹാദാനിയല്ല, അഖണ്ഡ മഹാദാനിയായി അത് പ്രാക്ടിക്കൽ രൂപത്തിൽ അത് കാണിച്ചിരുന്നു എന്ന് പറയാ ബാബ. അന്ത് തക്ക്, അതും അവസാനം വരെ. ലാസ്റ്റ് തക്ക് ബിനാ ആധാർ കെ തപസ്വി രൂപമേ ബൈട്ടെ. അതായത് ബാബ പറയാണ് ലാസ്റ്റ് അന്തിമം വരെ ഒരു ആധാരവുമില്ലാതെ തപസ്വി രൂപത്തിലിരുന്നു. അഭി ബച്ചേക്തോ ആധാർ ലേത്തേ ഹേന. ഇപ്പൊ കുട്ടികൾ ആധാരമൊക്കെ എടുക്കുന്നുണ്ടല്ലോ അല്ലെ, ഇരിക്കാനും യോഗം ചെയ്യാനും അല്ലെ, ഓരോന്നിനും ആധാരം എടുക്കുന്നുണ്ട്. ലേക്കിൻ ബ്രഹ്മ ബാപ്പനെ ആദിസെ അന്ത് തക് തപസ്വി രൂപരക. പക്ഷെ ബ്രഹ്മ ബാബ എങ്ങനെയായിരുന്നു? ആദ്യം മുതൽ അവസാനം വരെ തപസ്വി രൂപത്തിലാണ് ഇരുന്നിരുന്നത്, ഒരു ആധാരവും ഉണ്ടായിരുന്നില്ല. ആങ്കോമേം ചഷ്മ നഹി ഡാല, അതായത് കണ്ണട പോലും ധരിച്ചിരുന്നില്ല എന്ന് പറയാം. യഹ് സൂക്ഷ്മ ശക്തി ഹെ, ഇത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ശക്തിയാന്ന് പറയാ ബാബ. നിരാധാർ, അതായത് ഒരു ആധാരവുമില്ല. ശരീർ പുരാനാ ഹേ, ബ്രഹ്മബാബയുടെ ശരീരം പഴയതായിരുന്നല്ലോ, അത്രയും ഏജ് ഉണ്ടായിരുന്നല്ലോ ശരീരത്തിന്. ദിനം പ്രതിദിൻ പ്രകൃതി ഹവ പാനി दूषित हो रहा है, इसलिए बाप दादा आपको कहते नहीं है क्यों आधार लेते हो, क्यों चश्मा पहनते हो. पहनो भले पहनो, लेकिन ശക്തിശാലി സ്ഥിതി സരൂർ ബനാവോ. അപ്പൊ ബാബ കുട്ടികളോട് പറയാണ്, ദിനം പ്രതിദിനം പ്രകൃതിയിലെ വായു, അതുപോലെ വെള്ളം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബാബ കുട്ടികളോട് ഇതൊന്നും പറയാത്തതെന്ന് പറയാം. ബാബ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ആധാരമായിട്ട് എടുക്കുന്നത്? എന്തിനാണ് നിങ്ങൾ കണ്ണട ധരിക്കുന്നത്? എന്നിട്ട് പിന്നെ ബാബ പറയാണ്, ഓക്കെ ധരിച്ചോളൂ, പക്ഷേ ബാബ പറയണത് ശക്തിശാലി സ്ഥിതി, അത് നിങ്ങൾ തീർച്ചയായിട്ടുമായി മാറണമെന്ന് ബാബ പറയാ. സാരി വിശ്വക്കാ കാര്യ സമാപ്തി കിയാ ഹേ, മുഴുവൻ വിശ്വത്തിന്റെയും കാര്യം സമാപ്തമാക്കിയോ? ബാപ് ദാദാ आपसे प्रश्न पूछता है, आप सभी संतुष्ट हो कि विश्व कल्याण का कार्य पूरा हो गया है. ബാബ കുട്ടികളോട് ചോദിക്കുകയാണ്, അതായത് നിങ്ങളെല്ലാവരും സന്തുഷ്ടമായിട്ട് മാറിയോ? അതായത് വിശ്വത്തിന്റെ മംഗളത്തിന്റെ കാര്യമെല്ലാം പൂർത്തിയായോ? जो समझते हैं कि विश्व कल्याण का कार्य समाप्त हो गया है वह हाथ उठाओ. ബാബ പറയാണ്, ആരാണോ മനസ്സിലാക്കുന്നത് വിശ്വ കല്യാണം, അതായത് വിശ്വത്തിന്റെ മംഗളത്തിന്റെ കാര്യമെല്ലാം സമാപ്തമായി കഴിഞ്ഞു എന്ന് ആരാണോ മനസ്സിലാക്കുന്നത് അവർ കൈ ഉയർത്താൻ പറയാ ബാബ. ഏക് ബി നഹി, അത് ഒരാൾ പോലും ഉയർത്തിയില്ല. തോ കൈസേ കഹത്തെ ഹോ വിനാശ് ഹോഗ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പറയാ? പിന്നെ എങ്ങനെയാണ് ബാബ പറയാണ്, പിന്നെ എങ്ങനെയാ പറയാ വിനാശം ഉണ്ടാകണം? കാം തോ പൂരാ കിയാ നഹി, നിങ്ങൾ ജോലി മുഴുവനാക്കിയിട്ടില്ല. ബാബ പറയാ, ജോലി മുഴുവനാക്കുമ്പോഴാണല്ലോ വിനാശം ഉണ്ടാകുക. അച്ഛാ, चारों ओर के सदा उमंग उत्साह में आगे बढ़ने वाले, सदा हिम्मत से बाप दादा की पदम गुणा मदद के पात्र बच्चों को सदा विजयी रखना है. हर कल्प में विजयी बने दे, अभी भी है और हर कल्प में विजयी है ही है. ऐसे विजयी बच्चों को सदा एक बाप दूसरा ना कोई, ना संसार की आकर्षण ना संस्कार की आकर्षण, दोनों आकर्षण से मुक्त रहने वाले सदा बाप समान बच्चों को बाप दादा का याद प्यार और नमस्ते. ബാബ കുട്ടികൾക്ക് യാദ് പ്യാർ, സ്നേഹസ്മരണ കൊടുക്കുകയാണ്. അതായത് 4 ഭാഗത്തുമുള്ള സദാ ഉമംഗ് ഉത്സാഹം അല്ലെ, നല്ല ഉത്സാഹത്തിലും ഉണർവിലും മുന്നോട്ട് വരുന്ന കുട്ടികൾക്ക്, അതുപോലെ സദാ ധൈര്യത്തോടുകൂടി ബാപ് ദാദയുടെ, അതായത് കോടി മടങ്ങ് സഹായത്തിന് പാത്രമാകുന്ന കുട്ടികൾക്ക്, സദാ വിജയീ രത്നമാകുന്ന കുട്ടികൾക്ക്, അതായത് എല്ലാ കൽപ്പത്തിലും വിജയിയായിരുന്നോ
ഇപ്പോൾ വിജയിയാണ്, അതുപോലെ എല്ലാ കൽപ്പത്തിലും വിജയി തന്നെയായിരിക്കും. അങ്ങനെയുള്ള വിജയിയായിട്ടുള്ള കുട്ടികൾക്ക്, അതുപോലെ സദാ ഒരേയൊരു ബാബ, രണ്ടാമതൊരാളുമില്ല. അതുപോലെ ഈ ഒരു പഴയ ലോകം അല്ലെ, സംസാരം, അതായത് ഈ സംസാരത്തിനോട്, പഴയ ലോകത്തിനോട് ആകർഷണമില്ലാത്ത, പഴയ സംസ്കാരത്തിനോട് ആകർഷണമില്ലാത്ത, അതായത് ഈ രണ്ട് ആകർഷണങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്ന, അതായത് പഴയ ലോകം, പഴയ സംസ്കാരം, ഈ രണ്ടിനോടും ആകർഷണമില്ലാതെ ഈ രണ്ടിൽ നിന്നും മുക്തമായിരിക്കുന്ന, സദാ ബാബയ്ക്ക് സമാനമായിരിക്കുന്ന കുട്ടികൾക്ക് ബാബ് ദാദ യാദ് പ്യാർ, സ്നേഹസ്മരണകളും നമസ്തേയും പറയാണ്. ബാബ് ദാദാ കോ ഭി യാദ് പ്യാർ ഓർ ഗുഡ് മോർണിംഗ്. ഇനി ബാബ വരദാനം പറയാണ്. സദാ കാൽ കെ അറ്റൻഷൻ ദ്വാര വിജയ് മാല മേം പിരോനെ വാലെ ബഹുത്ത് സമയക്കെ വിജയി ഭവ. ബാബ പറയാണ്, സദാകാലത്തെ അറ്റൻഷനിലൂടെ വിജയമാലയിൽ കോർക്കപ്പെടുന്ന വളരെ സമയത്തിനുള്ള വിജയിയായിട്ട് ഭവിക്കട്ടെ, വളരെ സമയത്തെ വിജയിയായി ഭവിക്കട്ടെ. അതായത് ബാബ പറയാണ്, ബഹുത്ത് സമയക്കെ വിജയി വിജയ് മാലാക്കെ മൺകെ ബൻതേ. അതായത് വളരെ കാലത്തെ വിജയികളാണ് വിജയ് മാലയിൽ മണിയായിട്ട് മാറുന്നത്. വിജയ് ബന്നെ കെ ലിയെ സദാ ബാപ്പ് കോ സാമനെ രഖോ, ജോ ബാപ്പിനെ കിയാ വഹി ഹമേ കർണാ ഹെ. ബാബ പറയുന്നത്, വിജയിയായിട്ട് മാറുന്നതിന് വേണ്ടി സദാ ബാബയെ മുന്നിൽ വെക്കൂ. ബാബ എന്താണോ ചെയ്തത് അത് തന്നെ ഞങ്ങൾ ചെയ്യുന്നു. ഹർ കദം പർ ജോ ബാപ്പ് കാ സങ്കൽപ് വഹി ബച്ചോം കാ സങ്കൽപ്. അതായത് ഓരോ ചുവടിലും എന്താണോ ബാബയുടെ സങ്കല്പം അത് തന്നെയാണ് കുട്ടികളുടെയും സങ്കല്പം. ജോ ബാപ്പ് കെ ബോൽ വഹി ബച്ചോം കെ ബോൽ. എന്താണോ ബാബ പറയുന്നത് അത് തന്നെയാണ് കുട്ടികളുടെയും, ബാബയുടെ വാക്ക് എന്താണോ അത് തന്നെയാണ് കുട്ടികളുടെയും വാക്ക്. തബ് വിജയി ബനേങ്കെ, അപ്പോൾ നിങ്ങൾക്ക് വിജയിയായിട്ട് മാറും. യഹ് അറ്റൻഷൻ സദാ കാൽ കാ ചാഹിയേ തബ് സദാ കാൽ കാ രാജ്യഭാഗ്യ പ്രാപ്ത് ഹോഗ. ബാബ പറയുന്നത്, ഈ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് സദാകാലത്തേക്ക് ആവശ്യമുണ്ട്. അപ്പോഴാണ് സദാകാലത്തെ രാജ്യഭാഗ്യം നിങ്ങൾക്ക് പ്രാപ്തമാവുക. ക്യോംകി ജൈസാ പുരുഷാർത്ഥ് വൈസി പ്രാലബ്ധ്. എന്തുകൊണ്ടാണ്? എങ്ങനെയാണോ പുരുഷാർത്ഥം അങ്ങനെയാണ് പ്രാലബ്ധം. സദാ പുരുഷാർത്ഥ ഹേ തോ സദാ രാജ്യഭാഗ്യ ഹേ. അതായത് സദാ പുരുഷാർത്ഥമുണ്ടെങ്കിൽ സദാ നിങ്ങൾക്ക് രാജ്യഭാഗ്യവും ഉണ്ടാകും. സ്ലോഗൻ, സേവാമേം സദാ ജി ഹാജിർ കർണ, യഹി പ്യാർ കാ സച്ചാ സബൂത്ത് ഹേ. ബാബ പറയുന്നത്, സേവനത്തില് സദാ ഹാജരായിരിക്കുക, ഇത് തന്നെയാണ് സത്യമായ സ്നേഹത്തിൻ്റെ അടയാളം, അല്ലെങ്കിൽ അതിനുള്ള അടയാളം, അതിൻ്റെ ഒരു തെളിവെന്ന് പറയുമല്ലോ. സത്യമായ സ്നേഹത്തിൻ്റെ തെളിവ് എന്താണ്? സേവനത്തിൽ സദാ ഹാജർ. ഇനി ബാബ അവ്യക്തിശാര പറയാണ്. ജൈസെ कोई भी व्यक्ति दर्पण के सामने खड़ा होते ही स्वयं का साक्षात्कार कर लेता है, वैसे आपकी आत्मिक स्थिति शक्ति रूपी दर्पण के आगे कोई भी आत्मा आवे तो वह एक सेकंड में स्वस्वरूप का दर्शन व साक्षात्कार कर ले. അതായത് എങ്ങനെയാണോ ബാബ പറയുന്നത്, അത് ഏതെങ്കിലും ഒരു വ്യക്തി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ സ്വയത്തിൻ്റെ സാക്ഷാത്കാരം ചെയ്യാൻ സാധിക്കും അല്ലേ? അതുപോലെ താങ്കളുടെ ആത്മീയ സ്ഥിതി ശക്തി രൂപമാകുന്ന ദർപ്പണത്തിൻ്റെ മുന്നിൽ ഏതെങ്കിലും ഒരു ആത്മാവ് വന്നാൽ അവർക്ക് സെക്കൻഡിൽ സ്വയത്തിൻ്റെ ആ സ്വരൂപത്തിൻ്റെ ദർശനത്തിൻ്റെ സാക്ഷാത്കാരം ചെയ്യിക്കണം. അതായത് നിങ്ങളുടെ ആത്മീക സ്ഥിതി, താങ്കളുടെ ആ ആത്മീയ സ്ഥിതി
ശക്തിരൂപി ദർപ്പൺ കെ ആകെ, അതായത് ആത്മീക സ്ഥിതിയുടെ ശക്തി സ്വരൂപമായ ആ ദർപ്പണത്തിന് മുന്നിൽ ഏതൊരു ആത്മാവ് വന്നാലും അവർക്ക് ഒരു സെക്കൻഡിൽ സ്വയത്തിന്റെ സ്വരൂപത്തിന്റെ ദർശനം അഥവാ സാക്ഷാത്കാരം ചെയ്യും. ആപ്കെ ഹർ കർമ്മമേം ഹർ ചലൻമേം രുഹാനിയത്ത് കി അറ്റൻഷൻ ഹോ. അതായത് ബാബ പറയുന്നത്, താങ്കളുടെ ഓരോ കർമ്മത്തിലും ഓരോ പെരുമാറ്റത്തിലും ആത്മീയതയുടെ ആ അറ്റൻഷൻ ഉണ്ടാകണം. ജോ സ്വച്ഛ് ആത്മിക് ബൽ വാലി ആത്മായേം ഹേ വഹ് സബ്കോ അപ്നി ഓർ ആകർഷിത് സരൂർ കർത്തി ഹേ. ബാബ പറയുന്നത്, ആരാണോ സ്വച്ഛമായിട്ടുള്ളത്, അതുപോലെ ആത്മീക ബലം ഉള്ളവര്, അങ്ങനെയുള്ള ആത്മാക്കള്, അവർ എല്ലാവർക്കും, അതായത് സബ്കോ അപ്നി ഓർ, അതായത് തനിക്കു നേരെ, അവർ എല്ലാവരെയും തനിക്കു നേരെ ആകർഷിക്കുന്ന ബാബ പറയാ. വഹ സബ്കോ അപ്നി ഓർ ആകർഷിത് സരൂർ കർത്തി ഹേ. അതായത് എല്ലാവരും അവരെ തനിക്കു നേരെ ആകർഷിക്കും. അതായത് എങ്ങനെയുള്ളവര്, ആരാണോ സ്വച്ഛമായിട്ടും അതുപോലെ ആത്മീക ആ ബലം ആ ഒരു രൂപത്തിലും ഇരിക്കുന്നവര്. ഇനി മമ്മയുടെ ഇത് പറയാണ് ബാബ. അതായത് മമ്മയ്ക്ക് എല്ലാവരെയും സ്വന്തമാണ് എന്നൊരു തോന്നലാണ് മമ്മയ്ക്ക്. എല്ലാവരും തനിക്ക് സ്വന്തം. അപ്പം സ്വന്തമാണ് എന്ന ഗുണത്തിലൂടെ സംഘടനയെ ഐക്യത്തോടെ കൊണ്ടുപോകുന്നതിനുള്ള ശക്തി ഉണ്ടായിരുന്നു മമ്മയ്ക്ക്. അതായത് മമ്മ എല്ലാവരെയും സ്വന്തമാണ് എന്ന പോലെ സ്നേഹം നൽകിയിരുന്നു. എല്ലാവരെയും ഒപ്പം ചേർത്തി കൊണ്ടുപോകുന്നതിനുള്ള ഗണ്യമായ കല മമ്മയിൽ ഉണ്ടായിരുന്നു. മമ്മയുടെ ഉള്ളിൽ സഹജമായിട്ടുണ്ടായിരുന്ന എല്ലാ സംസ്കാരങ്ങളും അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ അവരിൽ കണ്ടിരുന്നു. അല്ലേ? മമ്മയിലെ ഓരോ സംസ്കാരങ്ങളും, നല്ല നല്ല സംസ്കാരങ്ങൾ സഹജമായിട്ടേ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അതിൻ്റെ പൂർണ്ണ രൂപത്തിലായിരുന്നു മമ്മയിലുണ്ടായിരുന്നത്. മമ്മയെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സ്വാഭാവികമായി തന്നെ ഒരമ്മയുടെ അനുഭവം തോന്നിയിരുന്നു. മമ്മ എല്ലാവരുടെയും ആവശ്യങ്ങളെ ചോദിക്കാതെ തന്നെ പൂർത്തീകരിച്ചിരുന്നു. ഇത്രയും വളരെയധികം ശക്തി മമ്മയുടെ ഉള്ളിലുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും മമ്മയെ പോലെ എല്ലാവരെയും സ്വന്തമായി കാണൂ. തൻ്റേത് എന്ന് അംഗീകരിക്കുക, അതുപോലെ തൻ്റേത് എന്ന് അനുഭവം മറ്റുള്ളവർക്ക് ചെയ്യിപ്പിക്കുക. ഇതുതന്നെയാണ് മാതൃത്വത്തിൻ്റെ ശക്തി. അമ്മയുടെ പോയിന്റാണ്. ഓം ശാന്തി. ഓം ശാന്തി.